Good morning. Good morning, ma'am. Good morning, ma'am. Good Good morning, morning, all. ma'am. Okay. Good morning, ma'am. Good morning. Good morning, ma'am. Okay, ഇപ്പൊ തയ്യാറാണ്. Good morning, ma'am. Good morning, ma'am. അല്ല അനില ഓക്കെ അനില ചെയ്തോട്ടാ. എങ്ങും എങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കുടിയിരിക്കണമേ എൻ്റെ പാദമിടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ പുല്ലുമാടവും പൂമണിമേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും നല്ല വാണിയായി നാവിൻ്റെ തുമ്പിലും നല്ല ചെയ്തിയായി എന്നുടെ കയ്യിലും നന്മയായി നീ നിറഞ്ഞിരിക്കണമേ എങ്ങും എങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കുടിയിരിക്കണമേ. താങ്ക്സ്. താങ്ക് യു. നല്ല പ്രയറായിരുന്നു കേട്ടോ. ഓക്കെ, ഇതാരാണ് സൈനിങ് പറയുന്നത്? മാം സൈൻ ഇൻ പറയുന്നത് ഞാനാണ്. പറഞ്ഞോ. പുലരും പൊൻപ്രഭാതം ഉണരാൻ വൈകിടുമോ ജ്വലനം നിൻ സ്വകാര്യം നിഴലായി നിൻ മാനസം വിരിയും പൂക്കാലമായി നുകരും തീൻ തുമ്പിയായി ചിറകാൽ പാറിയിടണം ഉയരാൻ തുണയാവണം അഴലിന്നാഴങ്ങളിൽ അണയാനാരുണ്ടിനി ആരോ അർക്കസൂര്യനോ സന്ധ്യാതീരങ്ങളെ സന്ധ്യാതീരങ്ങളെ വിട ചൊല്ലാൻ മൗനമോ എന്തിനീ മൗനമേ ഇനിയുള്ള പൊൻപ്രഭാതമേ. മാം എൻ്റെ സുഹൃത്തുക്കളെ എല്ലാം മനസ്സിൽ കണ്ടിട്ട് എഴുതി. ഞാൻ തന്നെ സ്വന്തമായിട്ട് സൃഷ്ടിച്ച ഒരു കവിതയായത്. കവിതയെന്നൊന്നും പറയാൻ പറ്റത്തില്ല, കുറച്ച് വരികള്. ഇതിൽ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിൽ എല്ലാവരും, എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും ഒരുപാട് സിറ്റുവേഷനിലൂടെ അതൊക്കെ തരണം ചെയ്തിട്ട് ഇതിൽ ജോയിൻ ചെയ്തേക്കുന്നവരുണ്ട്, ഇതിലൂടെ മുന്നോട്ട് പോകുന്നവരുണ്ട്. അപ്പോൾ അവരുടെ എല്ലാവരുടെയും ജീവിതം ഒരു സൂര്യൻ്റെ പോലെ, അവരുടെ എല്ലാ അർത്ഥത്തിലും അവരുടെ ജീവിതം പൂർണ്ണമായും സൂര്യനെ പോലെ ഉദിച്ചുയർന്ന് വളരെ സന്തോഷമായിട്ട് അവരുടെ എല്ലാ ലക്ഷ്യബോധത്തോടെയും അവരുടെ എല്ലാ ആവശ്യങ്ങളിലും അവരുടെ കൂടെ ദൈവം കൂട്ടായിട്ടുണ്ടാവട്ടെ. അവരുടെ എല്ലാ ആവശ്യങ്ങളിലും അവരുടെ ലക്ഷ്യബോധത്തിലെത്താൻ അവർ കത്തിജ്വലിച്ച് അവർ നല്ലൊരു സന്ധ്യാതീരത്തിന് അസ്തമിക്കുകയും ഒരു സന്ധ്യയെ സമ്മാനിച്ച് അസ്തമിക്കുകയും നാളത്തെ ഒരു സുപ്രഭാതം എല്ലാ അർത്ഥത്തിലും അവർക്ക് നല്ല സന്തോഷവും സമാധാനവും ഒക്കെ നിറഞ്ഞ പുതിയ ഒരു ഭാവത്തോടു കൂടി ഉദിച്ചുയരാനും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു ആഗ്രഹത്തോടെയും പ്രാർത്ഥനയോടെയും ഇന്നത്തെ ഈ ക്ലാസ്സിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ട മാമിനെയും അപർണ മാമിനെയും എൻ്റെ കൂട്ടുകാരെയും ഞാൻ വളരെയധികം സന്തോഷത്തോടുകൂടി ഇൻവൈറ്റ് ചെയ്യുന്നു. സൈൻ ഇൻ ബൈ അർച്ചന വിഷ്ണു ഫ്രം ആലപ്പുഴ. താങ്ക് യു മാം. അർച്ചന
മോൻ ക്രിയേറ്റ് ചെയ്ത കവിത എഴുതിയെങ്കിൽ വളരെ മനോഹരമായിട്ടുണ്ട്. നല്ല നല്ല കഴിവുള്ള കുട്ടിയാണ്. മോനത് ഒരുമിച്ച് ഒന്ന് കൂട്ടി വെച്ചിട്ടൊന്ന് പബ്ലിഷ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കോ? അയ്യോ ഇല്ല, അങ്ങനെയൊന്നുമില്ല. നല്ല എനിക്ക് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഞാൻ വിചാരിച്ചു ഏതോ ഒരു കവയിത്രിയുടെ നല്ലൊരു കവിത എടുത്താണ് ആൾ പാടുന്നത്, നല്ല വോയിസ് ആണ് എന്ന് മാത്രമേ ഞാൻ വിചാരിച്ചുള്ളൂ. ഒരിക്കലും അർച്ചന ക്രിയേറ്റ് ചെയ്ത സോങ് ആണെന്ന് ഒന്നും ഞാൻ വിചാരിച്ചില്ല. പക്ഷെ ഇതേപോലെ കവിതകൾ എഴുതണം, ഒരുമിച്ചത് ഒരു ഡയറിയിൽ എഴുതിയാൽ മതി. ജസ്റ്റ് മോന് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ കവിതയുടെ രൂപത്തിലെത്തും. കാരണം നല്ല അത്രയും മനോഹരമായി. ഞങ്ങൾ ഇത്രയും പേർക്ക് അത്ര ഇഷ്ടമായില്ല എന്ന് ആലോചിച്ച് നോക്കി. ബാക്കി കേൾക്കുന്ന അല്ലെങ്കിൽ വായിക്കുന്ന ഓരോരുത്തർക്കും ഇതുപോലെ ഇഷ്ടാവുന്നത് നല്ല മനോഹരമായിട്ട് നല്ല കഴിവുകൾ. നമ്മൾ ഓരോരുത്തരും നമ്മുടെ കഴിവുകൾ എന്താണെന്ന് തിരിച്ചറിയും, അല്ലെങ്കിൽ നമ്മുടെ പാഷൻ എന്താണെന്ന് തിരിച്ചറിയും, അതിനെ ഫോളോ ചെയ്യണം. അപ്പോഴാണ് നമുക്ക് സക്സസിലേക്ക് എത്താൻ പറ്റുക എന്നാണ് എന്റെ ഒരു വിശ്വാസം. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. മാം, നമ്മുടെ ഗ്രൂപ്പിൽ ഒത്തിരി പേര് ഇതുപോലെ കവിതകൾ എഴുതുന്ന ആൾക്കാരുണ്ട് മാം. അതെ മാം, യെസ് ഒരുപാട് പേരുണ്ട്, ഒത്തിരി പേരുണ്ട്. ഞാൻ പിന്നെ എനിക്ക് സൈൻ ഇൻ ചെയ്യാൻ വേറൊരു ഇത് വരാഞ്ഞത് കൊണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് തട്ടിക്കൂട്ടിയത് ഇതാണ്. അപ്പൊ എനിക്ക് ഇങ്ങനെ പ്രസന്റ് പിന്നെ ചെയ്യുന്നത് അർച്ചനന്റെ സോങ് സൂപ്പർ ആയിരുന്നു കേട്ടാ, എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. നല്ല കഴിവുകളുള്ളവര് ഒരിക്കലും നമ്മുടെ പാഷൻ എന്താണ് അത് ഫോളോ ചെയ്തു. നമ്മുടെ ജോബും ടീച്ചിങ്ങും അതൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മള് ഓക്കെ നമ്മുടെ പാഷൻ അത് ഫോളോ ചെയ്യും. കവിതകൾ എഴുതാൻ കഴിവുള്ളവരെ നമ്മള് അത് ഇതിൽ ഉറങ്ങി കിടക്കായിരിക്കും നമ്മുടെ ഓരോ കഴിവുകളും. നമ്മളത് എന്ത് ചെയ്യാം, പോളിഷ് ഒക്കെ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാൻ പബ്ലിഷ് ചെയ്യാൻ നോക്കുക. കവിതകൾ എഴുതുമ്പോൾ ഇപ്പൊ പബ്ലിഷ് ചെയ്ത് അങ്ങനത്തെ ഒരു ചിന്തയും വേണ്ട, കവിതകൾ എഴുതാം, അത് പ്രസന്റ് ചെയ്യാം. ഇനി ആരൊക്കെ ഇവിടെ കവിത എഴുതുന്നവര്? സീത പറഞ്ഞൊരു മാം, ഒത്തിരി പേരുണ്ട് മാം, ഒരുപാട് ആളുകളുണ്ട്. നമ്മള് ഗ്രൂപ്പിൽ ഒത്തിരി ഡിസ്കസ് പേരുണ്ട്. ഇവിടെ ചെയ്യാറുണ്ട്. മാഗസിൻ പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാം. അതിൽ ഒത്തിരി പേര് കവിതകൾ എഴുതിയിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ഒരുപാട് പേര് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കേടാ, മാഗസീൻ ഇറക്കുമ്പോ അതിൽ കവിതകൾ എഴുതണം. വരയ്ക്കാൻ കഴിവുള്ളവര് വരയ്ക്കുന്ന ഇമേജസ് നമുക്ക് ആഡ് ചെയ്യാം. ചെറുകഥകള് എന്റെ കൂടെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. ആ ടീച്ചറിന്റെ പേരും അപർണ തന്നെ ഉണ്ടാവും. അപ്പൊ ഞങ്ങൾ എല്ലാവരും ടീച്ചിങ് ആ ഒരു ഇതിലായിരുന്നു. പക്ഷെ പുള്ളിക്കാരത്തിന് പാഷൻ ഉണ്ടായിരുന്നു, ചെറുകഥകൾ എഴുതും. അപ്പൊ ആദ്യമൊക്കെ ഫേസ്ബുക്കിലൊക്കെ ചെറിയ കഥകളൊക്കെ എഴുതിയ ആള് ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തു. കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രൈസ് നമ്മുടെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു ബുക്കിന്. അപർണ പേര്. അപ്പൊ നമുക്ക് ചെറിയ കഥകളാണ് ആൾ എഴുതുന്നത്. ആദ്യമൊക്കെ നമ്മൾ പൈകിളി കഥകൾ എഴുതുന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമായിരുന്നു. കൂടെയുള്ള ആളാണല്ലോ, പല തമാശക്ക് പറഞ്ഞ് കളിയാക്കുമെങ്കിലും പക്ഷെ ആള് ഓരോ ശരിക്കും റിയലിസ്റ്റിക് ജീവിതങ്ങളാണ് ആൾ എഴുതിയിരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാനും വായിക്കും. എന്നാലും കളിയാക്കും, കൂടെ ഉള്ളതല്ലേ, ജസ്റ്റ് ഒന്ന് കളിയാക്കാക്കെങ്കിലും. പക്ഷെ നല്ല കവിതകളായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം പബ്ലിഷ് ചെയ്തു. സെക്കൻഡ് ബുക്കിനാണ് ഈ പറഞ്ഞ അവാർഡ് കിട്ടിയത്. അപ്പോ ഓക്കേടാ. അപ്പൊ അങ്ങനെ നമുക്ക് നമ്മുടെ കഴിവുകൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങള് എന്തായാലും അത് നല്ല രീതിയിൽ ഇപ്പൊ മാഗസീന്റെ കാര്യം പറഞ്ഞു, ജിഷ്ടിച്ചല്ലേ മാഗസീന്റെ കാര്യം പറഞ്ഞത്. അപ്പൊ മാഗസീൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ കവിതകൾ ചെറുകഥകളൊക്കെ എഴുതാൻ പറ്റുകയാണെങ്കിൽ നല്ലതായിരിക്കില്ലേ? അതേപോലെ വരയ്ക്കുന്ന ഒരുപാട് ഇമേജസ് നമുക്ക് ഈ മാഗസീനിൽ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ അല്ലേ? ചെറുകഥകൾ എഴുതും ആരെങ്കിലും? ഓക്കെ മാം. ചെറുകഥകളൊക്കെ എഴുതും, കഥ ചെറുകഥകളൊക്കെ എഴുതിയിട്ട് അതെ മാഗസിന് വേണ്ടിട്ട് കഴിവുള്ള കുട്ടികളെ ഞാൻ പഠിപ്പിക്കുന്നത്. ദൈവമേ, എനിക്ക് അങ്ങനത്തെ കഴിവൊന്നും ഇല്ലാതെ പോയി. ഞാനിവിടെ പാട്ടും പാടില്ല, കവിതയും എഴുതും, ഒന്നും അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു കഴിവില്ലാത്തൊരു ആളാന്ന് തോന്നുന്നു ഞാൻ. എനിക്ക് എഴുത്തേ ഉള്ളു ജോലി, പക്ഷെ കിട്ടില്ല. സ്വന്തമായി വീട്ടിൽ ഇരുന്ന് എഴുതുക ജോലി, കഥ എഴുതുക. ഓക്കെ, പക്ഷെ അങ്ങനെയുള്ളവർ എന്താ ചെയ്യേണ്ടത്? അവരുടെ പാഷൻ എന്താണെന്ന് കണ്ടെത്താം, അതിനെ ഫോളോ ചെയ്യാം. ഫോളോ യുവർ പാഷൻ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് എന്താണ് പറയുന്നത് അത് ഫോളോ ചെയ്യാം. അപ്പൊ നമുക്കൊരു ഹാപ്പിനെസ് എത്താൻ പറ്റും. എനിക്ക് പറ്റുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ടീച്ച് ചെയ്യുമ്പോൾ എനിക്ക് ആ ഒരു ഹാപ്പിനെസ്സിലേക്ക് എനിക്ക് എത്താൻ പറ്റുന്നുണ്ട്. അപ്പോ നിങ്ങൾ ഓരോരുത്തർക്കും അതേപോലെ നിങ്ങളുടെ പാഷൻ എന്താണെന്ന് വെച്ചാൽ അത് ഫോളോ ചെയ്യുമ്പോൾ നമുക്കത്
അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റും. ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ. ഞാൻ പഠിച്ച ഫീൽഡായിട്ട് ഒട്ടും റിലേറ്റഡ് അല്ലാത്തൊരു ഫീൽഡാണ് ഇത്. ഞാൻ പഠിച്ചതൊക്കെ ഞാൻ ഡിഗ്രി ചെയ്തത് ബികോം ആണ്. അത് കഴിഞ്ഞ് CMA ആണ് ചെയ്തത്, പിന്നെ ബികോം. അപ്പോ അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ജോലിക്ക് പോകുന്ന വീട്ടുകാരൊക്കെ വിചാരിച്ചിരുന്ന സ്റ്റേജിൽ നിന്ന് ഞാൻ നേരെ വന്നത് ഏതാണ് ടീച്ചിങ് ഫീൽഡിലേക്കാണ്. ആദ്യം കുഞ്ഞി പിള്ളേരെ പഠിപ്പിച്ചു തുടങ്ങി. സോ അപ്പൊ എനിക്ക് നമ്മളെല്ലാവരും അതേപോലെയാണ്, ചെറിയ ചെറിയ കുട്ടികളെ പഠിപ്പിച്ച് മിക്കവരും വീട്ടിൽ ട്യൂഷൻ എടുത്ത് അങ്ങനെ വന്നവരായിരിക്കും ഭൂരിഭാഗം പേരും. അപ്പോൾ നമ്മളുടെ കഴിവ് അതാണ്. അത് പഠിപ്പിക്കുമ്പോൾ അവര് മാർക്ക് വാങ്ങിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ എന്താ ടീം ചെയ്ത പോലെ ആ ഒരു ഫീലിംഗ് വന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇതല്ല, ഈ അക്കൗണ്ട്സ് ഒന്നല്ല എന്റെ ഫീൽഡ് എന്ന് തിരിച്ചറിയും. ജസ്റ്റ് പ്രഷറും ഉണ്ട് കേട്ടോ. ആ ഒരു ഫീൽഡിൽ ഭയങ്കര പ്രഷറാണ്. അക്കൗണ്ടന്റ് കാര്യത്തിൽ ഞാൻ 1 ഇയർ പോയിട്ടുണ്ടായിരുന്നു അക്കൗണ്ടന്റ് ആയിട്ട്. പക്ഷെ ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്തവർക്ക് അറിയാൻ പറ്റും ഭയങ്കര ഭയങ്കര ടെൻഷനുള്ള ഫീൽഡാണ്. എനിക്ക് അങ്ങനെ ടെൻഷൻ അടിക്കാനൊന്നും ഇഷ്ടമല്ല. എനിക്ക് സന്തോഷമായിട്ടിരിക്കണം. സോ എനിക്ക് ഹാപ്പിനെസ് കിട്ടുന്ന ഏറ്റവും നല്ല ഫീൽഡ് ടീച്ചിങ് ആണെന്ന് മനസ്സിലാക്കി ഞാൻ അത് തിരിച്ചറിഞ്ഞ് ഇങ്ങോട്ട് വന്നതാണ്. സോ നിങ്ങളും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ പാഷനേറ്റ് ആയിട്ടുള്ള പാഷൻ കണ്ടെത്താം, അത് ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതേപോലത്തെ കഴിവുകളുള്ളവര് ഓരോരുത്തരും അത് ഡെവലപ്പ് ചെയ്യണം. നമുക്ക് മാഗസിൻ എന്തായാലും പബ്ലിഷ് ചെയ്യാൻ പറയാട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവരും പ്രിപ്പയർ ചെയ്യണം. നമ്മൾ വരയ്ക്കാൻ കഴിവുള്ളവരുണ്ടോ? കാർട്ടൂൺ പിക്ചേഴ്സ് ആണ് കൂടുതൽ ഇഷ്ടം. എന്താണ്? എനിക്ക് വരയ്ക്കാനാണ് ഇഷ്ടം. കാർട്ടൂൺ പിക്ചേഴ്സ് ആണ് കൂടുതൽ ഇഷ്ടം. മതി കുട്ടികൾ എന്റെ പൊന്നോ, കുട്ടിയുണ്ട് നാഫില. ഇതില് എന്റെ മോന്റെ ബർത്ത്ഡേക്ക് മോന്റെ ഫോട്ടോ അതേപോലെ നോക്കി ഒരു പടം വരച്ച് ഗിഫ്റ്റ് ആയിട്ടൊക്കെ അവൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. നാഫില അജി എന്ന് പറഞ്ഞു. നമ്മുടെ ടീമിലുള്ളതാണ്. നമ്മുടെ കൂടെ നാഫില ഇതിലില്ലേ? നാഫില ഉണ്ടോ? നാഫില ഇതാണ് നാഫില. അതോ ഇത് ഇവിടെ ആളവിടെ എനിക്കറിയാലോ. പേര് മാറ്റി പറയണല്ലേ? ഓക്കെ, അത് നന്നായിട്ട് വരയ്ക്കും. ഇതേപോലത്തെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളൊന്ന് സെറ്റ് ചെയ്ത് വെക്കും. ഓക്കെ, നമുക്കത് പബ്ലിഷ് ചെയ്യാം. കാരണം നിങ്ങളുടെ ഓരോരുത്തരും കഴിവുകളുടെ പിന്നെ നമ്മളെ എഡിറ്റിങ്ങും അങ്ങനെ കുറച്ച് കാര്യങ്ങള്, എഴുത്ത്, അങ്ങനെ കുറച്ചൊക്കെ. എല്ലാതും ഫുള്ളായിട്ടില്ല, എല്ലാം കുറച്ചീച്ചേ. എല്ലാം കുറച്ചുള്ളത് നല്ലതാണ്. നമുക്ക് എല്ലാ മേഖലയിലും അത്യാവശ്യം നല്ല അറിവുണ്ടാവുമല്ലോ, അത്യാവശ്യം അറിവുണ്ടാവുമല്ലോ, നല്ലതാണ്. നമുക്ക് ഓരോരുത്തരുടെ കഴിവുകൾ ഇതേപോലെ ഡെവലപ്പ് ചെയ്യും. നിങ്ങളൊക്കെ ഒന്ന് വരയ്ക്കാൻ കഴിവുള്ളവർ വരയ്ക്കാം, കഥകൾ എഴുതുന്നവർ കഥകളൊന്ന് എഴുതാം. എന്നിട്ട് അതൊക്കെ നമുക്കൊന്ന് ഒരുമിച്ച് ഒന്ന് പബ്ലിഷ് ചെയ്യാം. അപ്പൊ നമുക്ക് നമ്മൾ പല സ്ഥലത്തുള്ളവരല്ലേ, പല ഡിസ്ട്രിക്റ്റിലൊക്കെ ഉള്ളവരൊക്കെ നമുക്ക് ഒരുമിച്ച് ഒന്ന് ഒത്തുകൂടി ഈ കാര്യങ്ങൾ പബ്ലിഷ് ചെയ്യുക ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് നിങ്ങളെയൊക്കെ കാണാം. എനിക്കിപ്പോ നിങ്ങളോടൊക്കെ ഇപ്പൊ ഈ ഒരു കോണ്ടാക്റ്റിലാകുമ്പോൾ നമ്മൾ എല്ലാവരും അത്യാവശ്യം അറ്റാച്ച്ഡ് ആണ്. നമുക്ക് എല്ലാവർക്കും നല്ല പരിചയമുണ്ട്. ഈ ബാച്ചിലുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം. അത്രയും നല്ല കുട്ടികളാണ്, നല്ല ബോണ്ടും ഒക്കെ. ടീച്ചർക്ക് ക്ലാസ് ടീച്ചർ ആയതിൽ അഭിമാനിക്കാം. മനസ്സ് തൊട്ട് പറയാം. അത്രയും നമുക്ക് നമ്മളെ പിൻവലിക്കാണെങ്കിൽ കൂടി നമുക്ക് തോന്നും ഇത്ര നല്ല ബാച്ച്, ഇത്രയും പ്രൊമോട്ട് ചെയ്യുന്ന കുട്ടികള്, നല്ല ടീച്ചർ, നമ്മളുടെ നല്ലൊരു ബാച്ച് അടിച്ച പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും കഴിവുള്ള കുട്ടികളുണ്ട് ഇതില്. നമ്മളിപ്പോ എല്ലാവരും ഒരുമിച്ച് ഞാൻ സാധാരണ രീതിയിലല്ലേ ഇപ്പൊ ഒരു ഫസ്റ്റ് ക്ലാസ് കഴിയുമ്പോൾ സാധാരണ ആദ്യത്തെ ബാച്ചിൽ കൊണ്ടുവരുന്ന രീതി എന്ന് വെച്ചാല് ഒരു 15 സ്റ്റുഡൻസിലേക്കൊക്കെ താഴത്തേക്ക് പോകും. പക്ഷെ നിങ്ങൾ സ്ഥിരമായിട്ട് ഇപ്പൊ കുറെ നാളായിട്ട് ഒരുമിച്ച് ഇത് സെയിം അറ്റൻഡൻസ് ആണ് ഇവിടെ വരുന്നത്. കറക്റ്റ് ആയിട്ട് നിങ്ങൾ കയറുന്നുണ്ട്. ഓരോരുത്തരും ആരൊക്കെയാണ് എന്തൊക്കെ ചെയ്യുന്നത്, എല്ലാവരും നിങ്ങൾ തമ്മിൽ നല്ലൊരു ഐക്യം ഇപ്പൊ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മോണ്ടിസോറി എടുത്തു തുടങ്ങി ടീച്ചർ. തുടങ്ങിയിട്ടില്ല മാം. റെക്കോർഡിനെ കുറിച്ച് ഡീറ്റെയിൽസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏതാണ് റെക്കോർഡിന് 5 റെക്കോർഡില്ലേ? അതിനെ കുറിച്ച് ഡീറ്റെയിൽ പറയാം. ടീച്ചർ പറയുന്നുണ്ടോ? അതെ മാം. ആണോ? ഓക്കെ, ഞാനായിരുന്നു റെക്കോർഡ് നിങ്ങളുടെ ബാച്ചിൽ ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ടില്ല തോന്നുന്നു. മാം, നമ്മുടെ കൂട്ടത്തിൽ നല്ല കഴിവുള്ള കുട്ടികളാണ്. പക്ഷെ ഇങ്ങനെ എന്താ ഒരു അവസരം അത് യൂസ് ചെയ്യാൻ പറ്റാതെ പോകുന്നവരുണ്ട്. അത് ജെന്യുവൻ ആയിട്ടുള്ള കാരണങ്ങളായിട്ടായിരിക്കാം, അല്ലെങ്കിൽ അല്ലാതെ പെട്ടെന്നൊരു അത് യൂസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവാം ഒക്കെ. അങ്ങനെ പോകുന്നവരുണ്ട്. പേഴ്സണലി ഞാൻ അങ്ങനെ പോയൊരാളാണ്. അവസരങ്ങൾ നമ്മളെ തേടി വരില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കണമല്ലോ.
നമ്മുടെ കഴിവുകൾ മനസ്സിലാക്കിയിട്ട് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നമുക്ക് അതിനൊരു ക്ഷമ വേണമല്ലോ. ഓക്കേടാ. അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ ആ ക്ഷമ ഇല്ലാതെ അങ്ങനെ പോയ ഒരാളാണ് ഞാൻ പേഴ്സണലി. പക്ഷെ അതിനൊക്കെ മാറ്റം വന്നില്ലേ? ഇപ്പൊ ഒരുപാട് മാറ്റം വന്നില്ലേ? ആ മാം, നമ്മൾ അതായത് ഒരു 10th വരെയൊക്കെ നമ്മൾ സ്കൂളിലെ കലോത്സവങ്ങളിലൊക്കെ എന്താ അതിലൊക്കെ ഫോക്കസ് ചെയ്യത്തില്ലേ? ഇഷ്ടമാണല്ലോ കുട്ടികളുടെ കൂടെ ഒന്നിച്ച് ഗ്രൂപ്പ് വൈസിലോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ടാണെങ്കിലും ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെയൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ടൈമിൽ നമ്മൾ 10th വെച്ച് ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ആക്ടിങ് അല്ല, ഞാൻ അതില് നമ്മുടെ സ്കൂളിൽ ഒരു ഷോർട്ട് ഫിലിം വേണം എന്നുള്ള ഒരു ഇത് വന്നപ്പോഴ് എനിക്കറിഞ്ഞൂടാ എത്ര പേര് നമ്മളെ സീരിയലിന് അഡിക്റ്റ് ആണെന്ന് അറിഞ്ഞൂടാ. പക്ഷെ മൗനരാഗം എന്ന് പറഞ്ഞിട്ട് ഒരു സീരിയൽ ഉണ്ടല്ലോ, ഒട്ടുമിക്ക പേര് കണ്ടിട്ടുണ്ടാവും. അതില് വിക്രം എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. ശരിക്കുള്ള പേര് കല്യാൺ എന്നാണ്. അപ്പൊ അത് ഞാൻ 10th വരെ പഠിച്ച സ്കൂളിലെ രവിപ്രസാദ് എന്ന് പറയുന്ന ഡ്രോയിങ് മാസ്റ്ററിന്റെ മകനാണ് ആ കുട്ടി. അയ്യോ, ആ സാർ അത്യാവശ്യം ആ രവിപ്രസാദ് സാർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, എന്നെ അമ്മയും പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ കല്യാൺ എന്റെ ബ്രദറിന്റെ കൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഞങ്ങൾ ജസ്റ്റ് ഒരു ഫാമിലി. കാരണം അവര് താമസിക്കാൻ, അതായത് അവർക്ക് വീട് ആദ്യം ആയിരിക്കും വാടക വീട്ടിലായിരുന്നു താമസിച്ചത്. അപ്പോൾ വീട് വെച്ചത് എൻ്റെ വീടിന്റെ അടുത്താണ്. അപ്പൊ നമുക്ക് ഒരു ഹൗസ് വാമിങ് വന്നപ്പോൾ നമ്മളെ ക്ഷണിക്കുകയും ഞാൻ പാരൻസുമായിട്ട് പോവുകയും നമ്മൾ അങ്ങനെ ഒരു ഫാമിലി ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായി. അപ്പോൾ അവിടെ വെച്ചിട്ട് ഈ രവിപ്രസാദ് സാറിന്റെ വൈഫ് സൈൻ ആർട്ടിസ്റ്റ് ആണ്, സിനി എന്ന് പറയും. കുറച്ചൊക്കെ സീരിയലിലും സിനിമയിലും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള റോളൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ അവരുടെ വീട്ടില് ഹൗസ് വാമിങ്ങിന് ചെന്നപ്പോഴ് എല്ലാം അതായത് സീരിയൽ ഇൻവോൾവ് ആയിട്ടുള്ള ആളുകളെല്ലാം അത്യാവശ്യം ഗസ്റ്റ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം അവിടെ വെച്ചിട്ടാണ് പെട്ടെന്ന് സാറിന്റെ വൈഫ് പോകുന്ന സ്റ്റുഡിയോയിൽ ഒരാള് ഞാൻ എന്നെ പരിചയപ്പെടുത്തിയപ്പോ അന്ന് എനിക്ക് അറിയില്ല, അതിനുള്ള അറിവില്ല, ഇന്ന ആളാണ് അല്ലെങ്കിൽ സീരിയൽ ആർട്ടിസ്റ്റ് ഇന്നവരാണ്, ഇത്ര വലിയ ആളുകളാണെന്നൊന്നും അറിയില്ല. അപ്പൊ അങ്ങനെ പോയപ്പോ നമ്മുടെ സ്കൂളിൽ ഒരു ഷോർട്ട് ഫിലിം ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ ആക്ടിങ്ങിൽ വേറൊരു കുട്ടിയായിരുന്നു, നന്നായിട്ട് ആക്ടിങ് ചെയ്യുന്ന ഒരു കുട്ടിയായിരുന്നു. അപ്പൊ അതിന് ഡബിങ് ആർട്ടിസ്റ്റ് ആയിട്ട് എന്നെ വിളിച്ചു. അങ്ങനെ ഞാന് കരുനാഗപ്പള്ളി, കൊല്ലമാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല, കൊല്ലത്തോട്ട കുട്ടികൾക്ക് അറിയായിരിക്കും. അവിടെ കരുനാഗപ്പള്ളിയില് ശ്രീരാഗം സ്റ്റുഡിയോ, അതായത് പുള്ളിമാൻ ജംഗ്ഷൻ അങ്ങനെ എന്തോ ആണ് സ്ഥലം. അവിടെ ഞാൻ ഡബിങ് ആർട്ടിസ്റ്റ് ആയിട്ട് ഫസ്റ്റ് പോയത് അവിടെയാണ്. ആ ഷോർട്ട് ഫിലിം അന്ന് ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ല, CD, കാസറ്റ് അങ്ങനെയൊക്കെ ഉള്ള ഇതിലാണ് ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് ഞാൻ ഡബിങ് ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്ത ഒരേ ഒരു ഷോർട്ട് ഫിലിം അതായിരുന്നു. അതില് 3 പാട്ടുകൾ പാടാനുള്ള ഒരു സിറ്റുവേഷൻ അന്ന് എനിക്ക് ഉണ്ടായി. പെട്ടെന്ന് തീരുമാനിച്ചതാണ്, അങ്ങനെ ഒരു അവസരം അന്ന് കിട്ടി. പക്ഷെ ആ ഒരു കഴിവ് അന്ന് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ അത് യൂസ് ചെയ്യാനുള്ള ഒരു അവസരങ്ങൾ ഇങ്ങോട്ടും വന്നില്ല, ഞാൻ അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുകയും ചെയ്തില്ല. പക്ഷെ ഇപ്പൊ തോന്നുന്നു അന്നത് പരിശ്രമിച്ചിരുന്നെങ്കിൽ ചിലപ്പോ എങ്ങനെയെങ്കിലുമൊക്കെ ക്ലിക്ക് ആയിരുന്നേനെ എന്ന് തോന്നുന്നു. അപ്പൊ എല്ലാവരുടെയും ജീവിതത്തിൽ കാണുമല്ലോ ഇങ്ങനെയൊക്കെയുള്ള ഓരോ കൈപിടിച്ച് കയറ്റാൻ ആരെങ്കിലും ഒക്കെ. അപ്പൊ ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് സാറിന്റെ ഒരു അന്നത്തെ ഒരു പക്ഷെ അത് കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ എങ്ങനെ നമുക്ക് ആ ഒരു രീതിയിൽ പോകാമെന്ന് വിചാരിക്കുന്നു. പിന്നെ അതിനുശേഷം വേറൊരു ഡോക്യുമെന്ററി ആയിട്ട് ചെയ്യുന്നതിന് ഡബിങ് ആർട്ടിസ്റ്റ്. പക്ഷെ ആ സമയത്ത് എനിക്കത് ചെയ്യാൻ പറ്റിയില്ല, അതിലിപ്പോ വിഷമം തോന്നുന്നുണ്ട്. എന്നാൽ ഡോക്യുമെന്ററി എയ്ഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്ററി ആയിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ DD മലയാളത്തിലും ദൂരദർശനിലും ഒക്കെ ടെലികാസ്റ്റ് ചെയ്യും. ആ സമയത്ത് ചെയ്ത ഒരു ഡോക്യുമെന്ററി ആയിരുന്നു. ഓക്കേടാ. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ വോയിസിന്റെ കാര്യം പറഞ്ഞോളൂ. കഴിഞ്ഞ ദിവസം ഫസ്റ്റ് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞൊരു വോയിസ് ഇല്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതാരാ പറഞ്ഞേ? അച്ഛനാണോ? ഞാൻ ഓർക്കുന്നില്ല മാം, ഞാനാണെന്ന്. ലാസ്റ്റ് ക്ലാസ്സില് ഗുഡ് മോർണിംഗ് നല്ല വോയിസ് ആന്ന് പറയില്ലേ. ഞാൻ പെട്ടെന്ന് വിചാരിച്ചു നല്ല ആങ്കറിങ് ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്ക് അറിയാൻ പറ്റും ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നല്ല വോയിസ് ആന്നൊക്കെ പറയില്ലേ. നിങ്ങൾ എന്നെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അതാണ് അങ്ങനെ നല്ല ആങ്കറിങ് ഒക്കെ ചെയ്യുന്ന രീതിയിലൊരു കുട്ടി. ഓക്കെ, വോയിസ് കേട്ടപ്പോ നല്ല ആങ്കറിങ് ചെയ്യുന്ന
ഓക്കെ. നല്ല ആങ്കറിങ് ചെയ്യുന്ന ഒരു വോയിസ്, നല്ലൊരു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ വോയിസ് കേട്ടപ്പോ. നല്ല ആങ്കറിങ് ഒക്കെ ചെയ്യാനായിട്ട് കുട്ടിക്ക് പറ്റുമല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. മാം ഇന്നലത്തെ കാര്യമാണോ ചോദിക്കുന്നത്? ഇന്നത്തെ ഓ ആരാണോ അങ്ങനെ ചോദിച്ചപ്പോ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ. ഇത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പാണ്. ഞാനിവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത്. റെക്കോർഡ് ക്ലാസ് അല്ല, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ടായിരുന്നു ആ ഒരു വോയിസ് വന്നത്. ഓക്കെ. മുനീറയാണെന്ന് തോന്നുന്നു. മുനീറയാണല്ലേ? ഒന്ന് പറയോ? അന്ന് പറഞ്ഞ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത്. അതന്ന് ആരും ഇല്ലാന്ന് കരുതി പറഞ്ഞതാ. ഇനി അങ്ങനെ ഇടൂല അതൊക്കെ. ഒന്ന് പറഞ്ഞ് കേൾക്കാം. ആ മാം ഇല്ലാന്നുള്ള വിശ്വാസത്തിൽ അവർക്ക് ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞു പോയതായിരുന്നു. ഇല്ല, പക്ഷെ നല്ല മനോഹരമായിരുന്നു. ഞാനത് ഞാൻ കേട്ടപ്പോ നല്ല രസമുണ്ടല്ലോ അത് പറയണത്. നല്ല ആങ്കറിംഗ് ഒക്കെ ചെയ്യാണെങ്കിൽ നല്ല രസമായിരിക്കുമല്ലോ. എന്തോ നല്ല വോയിസ് ആണ് കുട്ടി. ആങ്കറിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വോയിസ്. മുനീറ നന്നായിട്ട് പാട്ട് പാടും. അടിപൊളിയാ. യെസ്, നന്നായിട്ട് പാട്ട് പാടും, അടിപൊളിയായിട്ട് പാടും. മുന്നിൽ എപ്പോഴും ഉണ്ടാവും, നമുക്ക് വിളിപ്പുറത്തുണ്ടാവും വിളിച്ചാല്. ഓക്കെ. നമുക്ക് സൈൻ ഔട്ട് ചെയ്യുമ്പോൾ മുനീറ ഒരു പാട്ടായിരിക്കും ഇവിടെ സൈൻ ഔട്ടിന്റെ ഭാഗമായിട്ട് പറയുന്നത്. ഓക്കെ, നമ്മൾ ക്ലാസ്സിലേക്ക് വരാണ്. നമ്മള് ചിൽഡ്രൻസ് വിത്ത് വിഷ്വൽ ഇംപാർഷൻ കഴിഞ്ഞു. ചിൽഡ്രൻസ് വിത്ത് ഹിയറിംഗ്, കേൾവി പ്രശ്നമുള്ള കുട്ടികളെ കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഫാമിലി ഹിസ്റ്ററി മൂലം വരാം. അതേപോലെ എന്താണ്, പാരന്റ്സ് ഇപ്പൊ ടഫായിട്ടുള്ള പാരന്റ്സിന്റെ മക്കളാണെങ്കിൽ അവർക്കും ഇതേപോലത്തെ ഡിഫിക്കൽട്ടീസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ പിന്നെ പറഞ്ഞത് ക്ലോസ് റിലേഷൻ മാരേജസ് പറഞ്ഞു. ഇനി പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ അമ്മമാര് ആൽക്കഹോൾസ് എക്സസീവ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതേ പ്രശ്നം അവർക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. പുകവലി, ഇതൊക്കെ ഈ ഹിയറിംഗ് ഇംപേർഷന് വരാനുള്ളതിന് കാരണമാവുന്നുണ്ട്. എന്താണ്, നമ്മുടെ കേൾവിക്കുറവ് വരാനുള്ളതിന്. ഓക്കെ, അപ്പൊ നമ്മള് ഹിയറിംഗ് പ്രശ്നം ഭയങ്കര ഒരു മെന്റലി ഒരു ഡ്രാമയാണ്. അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിനെ അത് തളർത്തിക്കളയും. കാരണം കമ്മ്യൂണിക്കേഷൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ആവണം. അവരെന്താണ് പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല, നമ്മളെ കുറിച്ചിട്ട് പറയുന്നത് മനസ്സിലാവും. ശരിക്കും കേൾവിക്കുറവുള്ള കുട്ടികളെ സാധാരണയായിട്ട് ഒരു പേര് സാധാരണ നമ്മൾ വിളിച്ച് കേട്ടിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ വിളിക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് റീഡ് ചെയ്യാനൊക്കെ ഉള്ള കഴിവുണ്ടെങ്കിൽ അവർ ആ ലിപ് റീഡ് വെച്ചിട്ട് അത് ഇങ്ങനെ പറയുകയാണെന്ന് അവർക്ക് മനസ്സിലാവും. അപ്പൊ അതൊക്കെ അവർ ഭയങ്കരമായിട്ട് മെന്റലി അത് ടോർച്ചർ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ കുട്ടികൾ ഉണ്ടെങ്കിൽ നമ്മൾ അവർക്ക് സ്പെഷ്യൽ കെയർ കൊടുക്കണം. ഇപ്പൊ ഹിയറിംഗിന്റെ ഗ്രാവിറ്റി ഡിഫറെന്റ് ആയിരിക്കും. ഡിഫറെന്റ് സിറ്റുവേഷനിൽ ആ ഒരു ഗ്രാവിറ്റിക്ക് വ്യത്യാസമാണ്. ചിലവർക്ക് തീരെ കേൾവി ശക്തി ഉണ്ടാവില്ല, ചെവിക്ക് കേൾവി ശക്തി ഉണ്ട്. ചിലർക്ക് ഒരു സൈഡ് മാത്രമായിരിക്കും കേൾവി കുറവുള്ളത്. അപ്പൊ ചിലപ്പോൾ ഹിയറിംഗ് എയ്ഡോ മറ്റെന്തെങ്കിലും മെഷീൻസ് ഒക്കെ വെച്ചിട്ട് ഹിയറിംഗ് എയ്ഡ് കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സോറി അയ്യോ പോയി വേറെ ഹിയറിംഗ് എയ്ഡ്സ് സാധാരണ കിട്ടും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഉത്സവം ഞങ്ങളുടെ എന്റെ അമ്മയുടെ തറവാടിന്റെ അടുത്തൊരു അമ്പലമുണ്ട്. അമ്മയുടെ വീടിന്റെ അടുത്തൊരു അമ്പലത്തിൽ ഉത്സവം. ഞാൻ സ്ഥിരമായിട്ട് ആ ഉത്സവത്തിൽ പോകാറുണ്ട്. കൊടുങ്ങല്ലൂരാണ്. ഞാൻ പറഞ്ഞോന്ന് അറിഞ്ഞൂടാണ് ഞങ്ങളുടെ അടുത്ത്. തൃശ്ശൂർ കൊടുങ്ങല്ലൂരാണ് അമ്മയുടെ വീട്. അപ്പൊ അവിടെ ഞാൻ ചെന്നപ്പോ താലപ്പൊലി എന്ന് പറയും. ഞങ്ങൾ അവിടുത്തെ ഉത്സവത്തിന് താലപ്പൊലി എന്ന് പറയാം. അപ്പൊ എന്റെ മോളുടെ അതേ പ്രായമുള്ള ഒരു കുട്ടി, എന്നെ മോളേക്കാൾ ചെറുതാണ്, 3 വയസ്സുണ്ടെന്ന് വിചാരിക്കും. നമ്മൾ കുറച്ചും കൂടി ആള് പ്രായമുണ്ട്. 3 വയസ്സുള്ള ഒരു കുട്ടി ഈ ചെവിയില് ഒരു മെഷീൻ വെച്ചിരിക്കുന്നു. ആദ്യം നോക്കിയപ്പോ ഏതൊക്കെ എന്താണെന്ന് മനസ്സിലായില്ല. ഞാൻ വീണ്ടും നോക്കി. എനിക്ക് മനസ്സിലായത് ഹിയറിംഗ് എയ്ഡ് ആണ്. ആ കുട്ടിക്ക് കേൾവിയുടെ എന്തോ ഒരു പ്രശ്നമുണ്ട്. സോ അവള് ഹിയറിംഗ് എയ്ഡ് വെച്ചിട്ടുണ്ട്, അതാണ്. അപ്പോ എനിക്ക് പിന്നെ ഞാൻ അവള് നന്നായിട്ട് ഒബ്സർവ് ചെയ്തു. നല്ല മിടുക്കി കുട്ടിയാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഹിയറിംഗിന്റെ ഗ്രാവിറ്റി അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹിയറിംഗ് എയ്ഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അവൾക്കത് യൂസ് ചെയ്യാനായിട്ട് കുഴപ്പമില്ല. ചെറുപ്പത്തിലെ അവള് ശീലിക്കാണ്. പക്ഷേ
ആരാണ് ഷെയർ ചെയ്തിട്ടുള്ളത്? നോക്കട്ടോ. അപ്പൊ ഇതേപോലത്തെ ഇൻസ്ട്രുമെന്റ്സ് നമുക്ക് മെഷീൻസ് നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ കേൾവി ശക്തി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് പറ്റും, ഹിയറിംഗിന്റെ പ്രശ്നങ്ങൾ. അപ്പൊ അവർക്ക് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് ഒന്നും വരുന്നില്ല. പല ടൈപ്പ് ഹിയറിംഗ് എയ്ഡ് ഉണ്ട്. എനിക്ക് തോന്നുന്നു തീരെ ചെറിയ കുട്ടിയായതുകൊണ്ട് 2 ചെവിയിലും അത് കണക്ട് ചെയ്തിട്ട് ബാക്കിൽ അത് സെറ്റഡ് മെഷീൻ പോലെ വെച്ചിരിക്കുകയാണ്. അങ്ങനത്തെ ഞാൻ കണ്ടത്. ഒരു ഇതേപോലത്തെ ചെറിയ ഹിയറിംഗ് എയ്ഡ് അല്ല. എന്താണ് സർജറി കഴിഞ്ഞ കുട്ടിയൊക്കെ വെക്കും അങ്ങനെ? കേൾവി ശക്തി കുറവാണെങ്കിൽ വെക്കും. സർജറി കഴിഞ്ഞിട്ടുണ്ടോ പരിചയത്തില്? അങ്ങനെ ഒരാളെ കഴിഞ്ഞിട്ടുണ്ട്. ആ കുട്ടിക്ക് അങ്ങനെ ഇത് ബാക്കില് അതിന്റെ മൈക്കെല്ലാം ബാക്കിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. പ്രായമായ പറയുമ്പോ വെക്കാറുണ്ട് മാം. ഓക്കെ, അത് ഈ ഹിയറിംഗ് എയ്ഡും വെച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ തീരെ ചെറിയ കുട്ടികളെ കണ്ടാൽ ആദ്യമായിട്ടാണ്. ഇതേപോലെ സർജറിയിലൊക്കെ ഇതായിട്ട് വെക്കാറുണ്ട്. ഓക്കെ, പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യും. അത് ഒരു പരിധി വരെ അവരുടെ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് അത് എന്താണ് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കുറയ്ക്കാനായിട്ട് പറ്റും ഹിയറിംഗ് എയ്ഡ്. നമുക്ക് ഒരു കാര്യം ഒരാളോട് പറയുമ്പോൾ അത് ആ ഒരു രീതിയിൽ തന്നെ അവർക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ ആ പ്രശ്നം ഉണ്ടാവില്ല. ഈ ഹിയറിംഗ് എയ്ഡ് വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. സോ അല്ലാത്ത വർഷം ഫുൾ ആയിട്ട് നമുക്ക് ഹിയറിംഗ് പ്രോബ്ലംസ് ഉള്ള പേഷ്യന്റ് ആണ് വിചാരിക്കുക, ഡഫ് ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് സാധാരണയായിട്ട് അവരുടെ ആക്ഷൻസിലൂടെയാണ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ടിവിയിലെ ന്യൂസ് വായിക്കുന്നത് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ആക്ഷൻസിലൂടെ ന്യൂസ് പറയുന്നതിനൊപ്പം തന്നെ ഇങ്ങനത്തെ കുട്ടികൾ, ഇങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ വ്യക്തികൾക്ക് വേണ്ടിയിട്ട് അവർ ആക്ഷൻസിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതെനിക്ക് നല്ലൊരു പ്രവൃത്തിയായിട്ടാണ് തോന്നിയത്. കാരണം ഈ ടിവിയിലെ വായിക്കാം അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റുന്നില്ല. അപ്പൊ ഈ ആക്ഷൻസിലൂടെ കുറച്ചുകൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ചില രീതിയിൽ ലിപ് റീഡിംഗ് ആണ്. ലിപ് റീഡിംഗ് വഴി അവർ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അവർക്ക് ചുണ്ടനക്കുന്ന രീതിയിൽ അവരത് മനസ്സിലാക്കും, എന്നിട്ട് അതിനെ റിപ്ലൈ ചെയ്യും. ചില ആൾക്കാർ ഇത് രണ്ടിന്റെയും കോമ്പിനേഷൻ യൂസ് ചെയ്യാറുണ്ട്. ആക്ഷൻസ് വഴി ലിപ് റീഡിംഗ് വഴി കാര്യങ്ങൾ എന്ത് ചെയ്യും, മനസ്സിലാക്കാറുണ്ട്. അപ്പൊ ഓരോരുത്തരുടെ ലിപ് റീഡിംഗ് കൂടുതലായിട്ട് നമ്മൾ പരിചയമുള്ളവരുടെ ലിപ് റീഡിംഗ് വഴിയായിരിക്കും ഇവർ കൂടുതൽ മനസ്സിലാക്കുന്നത്. കാരണം അവർക്ക് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ കുട്ടികള് ഇങ്ങനെ മോശം പേരൊക്കെ വിളിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അവര് പ്രശ്നമൊന്നുമില്ലല്ലോ, അവരത് കേൾക്കുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ അവരെ എന്താണ് ഇങ്ങനെ മാറ്റി നിർത്തല്ല വേണ്ടത്. അവർക്ക് ചിലപ്പോൾ അത് മനസ്സിലാവുന്നുണ്ടാവും. അവരുടെ മനസ്സിൽ അത് ഓക്കെ. നമ്മള് ഇതിന്റെ ഒരു പ്രശ്നം ലിപ് റീഡിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാനൊരു കാര്യം പറയട്ടെ. പറഞ്ഞോടാ. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ അവള് ഡെലിവറി ടൈമില് 7ാം മാസത്തിലാണ് ഡെലിവറി ആയത്. അപ്പോൾ ട്വിൻ ബേബി ആയിരുന്നു. അപ്പോൾ ഒരു മോനും ഒരു മോളും. ഇപ്പൊ 7 months പ്രിമച്വർ ബേബി ആയതുകൊണ്ട് തന്നെ അതിൽ ഒരാളെ മാത്രമേ കിട്ടുള്ളൂ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡെലിവറി ടൈമിൽ എന്തായി, മോന് മരിച്ചുപോയി, മോളെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ആ സമയം മുതൽ ഈ മോള് എന്തുണ്ടാവില്ല, ഈ പറഞ്ഞ കുട്ടീനെ ഹിയറിംഗ് എയ്ഡ് ഉണ്ട് അവൾക്ക്. പിന്നെ കേൾക്കില്ല അവള്. പിന്നെ നമ്മൾ വിളിച്ചാലും പറഞ്ഞാലും ഒന്നും ആദ്യമൊക്കെ ഒന്നും കേൾക്കില്ല. ഇപ്പൊ ഏകദേശം ഒരു 14 വയസ്സുണ്ട് മോക്ക്. അപ്പൊ അവൾ നല്ല ആക്റ്റീവാണ് എല്ലാ കാര്യത്തിലും. ഡാൻസിനാണെങ്കിൽ അവൾ ഈ സൗണ്ടിന്റെ ആ വൈബ്രേഷൻ വെച്ചിട്ടാണ് അവൾ എന്ത് ചെയ്യുക, ഡാൻസ് സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതും. അതുപോലെ തന്നെ നമ്മൾ ഈ പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ റീൽസ് ചെയ്യൂലേ, അതെല്ലാം അവള് ചെയ്യും നല്ലോണം. പക്ഷെ അവൾക്ക് ചെവി കേൾക്കുകയില്ല, അവൾ സംസാരിക്കുകയില്ല. പക്ഷെ അവൾ ഈ പറഞ്ഞ കുട്ടി തന്നെ അവൾ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ലിപ് മൂവ്മെന്റ്സ്, ഇപ്പം മിസ് പറഞ്ഞ കണക്ക് ലിപ് മൂവ്മെന്റ്സ് വെച്ചിട്ടാണ് അവൾ എന്ത് ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും. ഇപ്പൊ ഏകദേശം ഈ സൗണ്ടിന്റെ ആ ഒരു ഇത് അവള് ട്രെയിൻഡ് ആയി. അവൾക്ക് വേറെ തന്നെ സ്കൂളിലായിരുന്നു. ഒരു 4ാം ക്ലാസ് വரைക്കും അവൾക്ക് ഈ ഹിയറിംഗ് എയ്ഡുള്ള ആ കുട്ടികളുടെ ആ ഒരു സ്കൂളിലായിരുന്നു അവള്. അപ്പൊ അതിനുശേഷം എന്താക്കി, അപ്പൊ അങ്ങനെ കുറെ ഡിഫിക്കൽട്ടി ആയതുകൊണ്ട് അവൾ പിന്നെ വീണ്ടും എന്ത് ചെയ്തു,
വീണ്ടും സാധാരണ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിലോട്ട് അവളെ മാറ്റി. കാരണം അവൾക്കൊരു ലോൺനെസ് ഫീൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ എല്ലാവരും മാറ്റി നിർത്തുമ്പോഴത്തേനും ഒരു ലോൺനെസ് ഫീൽ ചെയ്യൂലേ. അങ്ങനെ പിന്നെ എന്ത് ചെയ്തു, അവളെ വീണ്ടും നല്ല സാധാരണ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലാക്കി. നല്ല മിടുക്കി കുട്ടിയാ. അവൾക്ക് കേൾക്കാൻ പറ്റിയല്ല, അവൾക്ക് സംസാരിക്കാൻ പറ്റിയല്ല, ഒന്നും ആർക്കും അറിയില്ല. നമുക്ക് പരിചയമുള്ളവർക്ക് ആ ചുറ്റുവട്ടത്തുള്ള ഫ്രണ്ട്സിനൊക്കെ അറിയാമെന്നല്ലാണ്ട് ഞാൻ എന്തോ ഒരു എന്താ പറയാ ഭയങ്കര ഒരു കഴിവാ കുട്ടിയിരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ ചെവി കേൾക്കാൻ പറ്റുന്നതും അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റുന്ന ആൾക്ക് പോലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളോടും നല്ല അസലായിട്ട് ചെയ്യും. നല്ലൊരു മോള്. മിസ് പറഞ്ഞപ്പോ എനിക്ക് അത് അവളെ കാര്യം ഓർമ്മ വന്നത് പെട്ടെന്ന്. നല്ല ഓരോ കഴിവുകൾ നമുക്ക് ദൈവം തരുന്നതാണ്. അപ്പൊ കുട്ടിക്ക് നല്ല കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആളിപ്പോ ഹിയറിംഗ് എയ്ഡ് യൂസ് ചെയ്യുന്നുണ്ടോ? മോള് ചെയ്യുന്നുണ്ട്. അവക്ക് ഇങ്ങനെ എത്രയോ മാസം കൂടുമ്പോഴത്തേനും 10-12,000 രൂപയുടെ അത് 2 മെഷീനായിരുന്നു ആദ്യം വെച്ചുകൊണ്ടിരുന്നത്. പിന്നെ അത് ഒന്നാക്കി. അവളുടെ ആ ഒരു ചേഞ്ചസിനനുസരിച്ച് അത് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അവൾക്ക് എന്നാലും അത് എപ്പോഴും വെക്കുമ്പോൾ ചെവി വേദന എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൾ അധികം യൂസ് ചെയ്യാറില്ല. എന്നാലും നിർബന്ധിക്കുമ്പോഴത്തേനും ചെവിയിലൊക്കെ വെള്ളം കയറുന്ന പ്രോബ്ലം ഒക്കെ വരുന്നത് കൊണ്ട്, കുളിക്കുമ്പോഴൊക്കെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ വരുന്നത് കൊണ്ട് ചെവി വേദന എന്ന് പറയും. അങ്ങനെ അവളിപ്പോ അങ്ങനെ യൂസ് ചെയ്യാറില്ല. എന്നാലും ഇടയ്ക്ക് വെക്കും. എന്നാലും ഇതിങ്ങനെ നമ്മൾ എപ്പോഴാ വേണ്ടി വരിക എന്നറിയാത്തത് കൊണ്ട് അതിങ്ങനെ ഒരു 6 മാസം കൂടുമ്പോഴത്തേനും എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റി വാങ്ങുന്നുണ്ട്. അവൾക്ക് ഈ പറഞ്ഞ കുട്ടിയുടെ ചെറിയൊരു മൈക്ക് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് പോലത്തെ ഒരു സംഭവം, ഒരു മെഷീൻ ഉണ്ടാക്കി ഇങ്ങനെ പുറകെ വെച്ചിട്ട് പുറകെ ഇങ്ങനെ ചെവിയുടെ ഉള്ളിൽ കൂടി നമുക്ക് വെച്ചാൽ തിരിയില്ല. അങ്ങനെ ഇങ്ങനെ ചെവിയുടെ ഉള്ളിൽ കൂടി വെച്ചിട്ട് ചെയ്യുന്നത്. പെട്ടെന്ന് നമുക്കത് പെട്ടെന്ന് ശ്രദ്ധിക്കൂല. അത് അവളെ മുടിയൊക്കെ ഇങ്ങനെ ഈ സൈഡിൽ കൂടെ ഒക്കെ ഇടുന്നോണ്ട് അങ്ങനെ തിരിയൂല. എന്നാലും അവൾ ഈ വൈബ്രേഷനും ലിപ് മൂവ്മെന്റ്സും വെച്ചാൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പം അങ്ങനെ ഹിയറിംഗ് പ്രോബ്ലംസ് ഉള്ളവര് അത് ആ ഒരു മെത്തേഡ് ഏതൊക്കെയാണ്? ത്രൂ ആക്ഷൻ ഓർ ലിപ് റീഡിംഗ് ഓർ കോംബോ, രണ്ടിനെയും കോംബോ വഴി ആൾക്കാര് അങ്ങനെയാണ് അവർ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പഴയൊരു ഫിലിമാണ്, ഇന്ത്യക്ക് ചെറുപ്പത്തിലുള്ള ഒരു ഫിലിമാണ്. പൃഥ്വിരാജിന്റെയും ആരുടെയുടെ ജ്യോതികയുടെ ഫിലിമുണ്ട്. അതെ മൊഴി സിനിമ മൊഴി. അതില് നമ്മള് ലിപ് റീഡിങ്ങും അതേപോലെ തന്നെ ലിപ് റീഡിങ് വെച്ചിട്ട് ആൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ അപ്പോഴേക്ക് പൃഥ്വിരാജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ത്രൂ ആക്ഷൻസ് പഠിക്കാനായിട്ട് തുടങ്ങി. ഓരോരോ എങ്ങനെയാണ് ആക്ഷൻസ് നമുക്കത് അറിഞ്ഞൂടാ, പക്ഷെ അവർക്ക് ആ ഒരു രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റി. ആ ഒരു ഇൻസിഡന്റ് ഞാൻ എപ്പോഴും ഇത് വായിക്കുമ്പോൾ അത് എപ്പോഴും ഓർക്കാറുണ്ട്, എങ്ങനെയാണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സോ ആരാണ് ചിൽഡ്രൻസ് വിത്ത് ഹിയറിംഗ് ഇംപേർഷൻ വായിക്കുന്നത്? നല്ല ഫിലിം, എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ്. ഞാൻ ഫുള്ളും കണ്ടിട്ടില്ല, എനിക്ക് തോന്നുന്നൊരു ക്ലൈമാക്സിനോട് എടുക്കുന്നവരൊക്കെ കണ്ടിട്ടുള്ളൂ. പിന്നെ അത് കാണാനായിട്ട് പറ്റിയിട്ടില്ല, ഫുള്ളും ഇരുന്ന് കണ്ടിട്ടില്ല ഫിലിം. ഓക്കെ, ആരാ റീഡ് ചെയ്യുന്നേ? ഇതാരാണ് ഷെയർ ചെയ്യുന്നത്? റഷീദ. ഓക്കെ, ഓക്കെ വായിക്കട്ടോ. അതെ മാം, ഞാൻ കോക്ലിയർ ഇംപ്ലാന്റ് സർജറിയുടെ ഒരു മെഷീന്റെ അത് ഫോട്ടോ ഷെയർ ചെയ്യാൻ നോക്കിയതാണ്, പറ്റിയില്ല. എന്റെ മോന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ? കാണിക്കാൻ പറ്റുമോ മെഷീൻ? മോൻ ഇവിടെ ഇല്ല, അപ്പൊ അതിന്റെ മെഷീൻ അവന്റെ കുറച്ചൊക്കെ ഉള്ളു അതിന്റെ. അപ്പൊ അതിന്റെ ഒരു ഫോട്ടോ ഞാൻ എടുത്തത്, അത് ഗാലറിയിൽ നിന്ന് ഷെയർ ചെയ്യാൻ നോക്കിയതാണ്, അത് പറ്റിയില്ല. ഓക്കേടാ, അത് ഷെയർ ചെയ്യുമ്പോൾ ഗാലറിയിൽ കൂടി ഒന്ന് ബാക്ക് ചെയ്തിട്ട് ഗാലറി ഓൺ ആക്കിയാൽ മതി. ഷെയർ ചെയ്തോ, അപ്പൊ ബാക്ക് അടിക്കാം, നമ്മള് ബാക്കിൽ പോയില്ലേ, അപ്പൊ അതില് കാണാൻ പറ്റും. ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റും നോക്കി. ഇനി എങ്ങനെയാ ഒന്നുകൂടെ പറഞ്ഞേ? മോൻ ഷെയർ ചെയ്യുന്ന ബട്ടൺ ക്ലിക്ക്. ഷെയർ സ്ക്രീൻ. ഷെയർ സ്ക്രീൻ കൊടുക്കുക. പിന്നെ കണ്ടിന്യൂ എന്നാ വരുന്നത്. കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തപ്പോഴാണ് അങ്ങനെ വന്നത്. ബാക്ക് സ്പേസ് അടിച്ചിട്ട് ഗാലറി സെലക്ട് ചെയ്യും. ഗാലറി വന്ന് കിടക്കണ്ടാവില്ല നമ്മുടെ ബാക്കില് മേജസ്റ്റില് ഇങ്ങനെ ബാക്ക്, ഇപ്പൊ കോളിങ്, അതുപോലെ നമ്മൾ ഇത്രയും നേരം ഓപ്പൺ ചെയ്തിട്ടുള്ള എല്ലാ ഫയലുകളും താഴത്തുണ്ടാവുമല്ലോ, അതിലങ്ങനെ എടുക്കാൻ പറ്റും ഗാലറി. പറ്റോ? ഓക്കെ, കുഴപ്പമില്ല. എന്നാ നമ്മൾ നെക്സ്റ്റ് ക്ലാസ് പറ്റിയോ? ഇല്ല, പറ്റുന്നില്ല, നോക്കട്ടെ. ക്ലാസ് തുടങ്ങിക്കോ.
ഓക്കെ, കൺഫ്യൂസ് ചെയ്യാം. ഇത് വായിക്കാത്തതാണ്, റീഡ് ചെയ്യാം. ആരാ റീഡ് ചെയ്യുന്നേ? ഞാൻ വായിക്കാം മാം. ഓക്കെ, കണ്ടിന്യൂ ചെയ്തോ. അല്ലേ ചിൽഡ്രൻ വിത്ത് ഫിസിക്കൽ, അതോ ഇതിന്റെ തുടക്കം സ്റ്റാർട്ടിങ് തൊട്ടല്ലേ രണ്ടാമത്തെ? ഓക്കെ. Children with hearing impairment. Complementary or special education is needed for the peoples who are disabled by hearing impairment. Hearing impairment may be of different degrees of gravity. Hence, these children require different levels of treatment. Hearing disability affects the state of mind of children in different ways. So, they should be given special training. Communication among them normally takes place in 3 ways: through action, lips reading, or a healthy combo of both of these. ഓക്കെ, അപ്പൊ ഹിയറിംഗ് ഇംപേർഷന്റ് ആയിട്ടുള്ള കുട്ടികള് അവർക്ക് കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇതിന് ഡിഫറെന്റ് ഡിഗ്രി ഗ്രാവിറ്റി ആണ് ഞാൻ പറഞ്ഞു. ഓരോരുത്തർക്കും എത്ര തോതാണ്, എത്ര ഡിഗ്രി ആണ് അതിന്റെ ഹിയറിംഗ് പ്രോബ്ലംസ് ഉള്ളത് നമ്മൾ കണ്ടെത്തും. അവരുടെ ട്രീറ്റ്മെന്റും ഡിഫറെന്റ് ആണ്. ഓരോ വ്യക്തിനെയും അനലൈസ് ചെയ്ത് അവരുടെ ഓരോരുത്തരുടെയും ഗ്രാവിറ്റി അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ ഹിയറിംഗ് ഇംപേർഷന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് മൈൻഡ്, അവരുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡിന് കുറച്ച് പ്രശ്നമായിരിക്കും. കാരണം അവർക്ക് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഉണ്ട്. കമ്മ്യൂണിക്കേഷൻ്റെതായ പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ട് അവർക്ക് സ്റ്റേറ്റ് ഓഫ് മൈൻഡിന് പ്രശ്നങ്ങൾ ഉണ്ടാവും. പിന്നെ അവർക്ക് സ്പെഷ്യൽ ട്രെയിനിങ് കൊടുക്കണം. ലിപ് റീഡിങ്ങിന്റെ കാര്യത്തിലായാലും അതേപോലെ ആക്ഷൻസ്, അതൊക്കെ നമ്മൾ ട്രെയിനിങ് കൊടുക്കേണ്ടതായിട്ട് വരും. അത് മെയിൻലി കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന 3 രീതിയിലാണ്: ത്രൂ ആക്ഷൻ, ലിപ് റീഡിങ് ആൻഡ് രണ്ടും ഒരുമിച്ച് യൂസ് ചെയ്യുന്നത്. രീതിയിൽ രണ്ടും കൂടി യൂസ് ചെയ്യാനായിട്ട് വരും. അപ്പൊ നമ്മള് ഹിയറിംഗ് ഇംപേർഷന്റ് ആയിട്ടുള്ള കുട്ടികൾ ആലോചിക്കുമ്പോൾ ഞാൻ പറഞ്ഞ സിനിമകൾ ആലോചിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ ഓക്കെ. ഇതിൽ പറയാത്തത്, നമുക്ക് സംസാരിക്കാൻ കഴിവില്ലാത്ത കുട്ടികളില്ലേ, അവരെന്താ നമ്മൾ പറയാറ്? ഓക്കെ, അവര് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നേ? സംസാരിക്കാൻ കഴിവില്ലാത്തവര് ആക്ഷനില് വിരലൊക്കെ സിമ്പിളൊക്കെ കാണിച്ചിട്ട് അവര് സംസാരിക്കുന്നത് ത്രൂ ആക്ഷൻസ് ആണ് അല്ലെ? അതേപോലെ ഞാൻ വാച്ച് കണ്ടിട്ടുണ്ട്, അത് മെസ്സേജ് ഒക്കെ വരുന്ന രീതിയില്. ഇപ്പൊ ഒരു മെഷീൻ, മെസ്സേജ് വൈബ്രേഷന്റെ ഒക്കെ പോലത്തെ മെഷീൻസ് വാച്ച് രൂപത്തിലുള്ളത്, അത് ഞാൻ കണ്ടിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു വിഷ്വൽ ഇംപേർഷന്റ് ആയിട്ടുള്ളവരെയാണ് തോന്നുന്നത് ആ വാച്ച്. ഓക്കെ, അപ്പൊ അതും സംസാരിക്കാൻ കഴിവില്ലാത്തവരും ഏത് മെത്തേഡിലൂടെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ത്രൂ ആക്ഷൻസിലൂടെയാണ്. ചിലപ്പോൾ സംസാരിക്കാൻ കഴിവുള്ളവർക്ക് കേൾക്കുന്നതിന് പ്രശ്നം ഉണ്ടാവണമെന്നില്ല. അപ്പൊ അവർക്ക് ഇപ്പൊ നമ്മൾ ചോദിക്കും, ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മളത് ഈ കുട്ടിക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ പോരായ്മകൾ ഉണ്ടോ എന്ന് നമ്മൾ നേരത്തെ കണ്ടെത്തി അവർക്ക് വേണ്ട ഫെസിലിറ്റീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി അടുത്തതാണ് ചിൽഡ്രൻസ് വിത്ത് ഫിസിക്കൽ ഡിസബിലിറ്റീസ്, ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത്. ഞാൻ 8th പഠിക്കാം. അപ്പൊ ഫസ്റ്റ് ജൂണിന് ക്ലാസ് ഒക്കെ തുടങ്ങുന്ന ആ സമയത്ത് ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ, എനിക്ക് തോന്നുന്നു സംഗീത ടീച്ചർ എന്നാണ് ടീച്ചറുടെ പേര്, ക്ലാസ്സിൽ ടീച്ചർ വന്നിട്ട് നമ്മളോട് ഇങ്ങനെ പറയാണ്, നമ്മുടെ ക്ലാസ്സിൽ നാളെ മുതൽ ഒരു കുട്ടി വരുന്നുണ്ട്. അപ്പൊ 8th വന്നുകൊണ്ട് വേറെ കുട്ടികൾ വന്നിട്ടുണ്ട്. 7th കഴിഞ്ഞ് 8th വരുമ്പോ ഹൈസ്കൂള് ഞങ്ങളുടെ ഏരിയയിൽ അന്ന് ഞങ്ങളുടെ സ്കൂൾ മാത്രമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് കുറച്ച് പുതിയ പിള്ളേർ വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എന്താ ഡിഫറൻസ് ഉള്ളത്, പുതിയ പിള്ളേരെല്ലാം കുറെ പേര് വന്നിട്ടുണ്ടല്ലോ, അപ്പൊ അതിന് വ്യത്യാസം ഒന്നും തോന്നില്ല. അപ്പൊ ടീച്ചർ പറഞ്ഞു തുടങ്ങിയത് ഒരു കഥയാണ്. ഒരു കഥ രൂപത്തിൽ ഞങ്ങൾക്കത് പറഞ്ഞത്, കഴിഞ്ഞ കൊല്ലം ഈ ഒരു കുട്ടി ഇന്നൊരു സ്കൂളിൽ പഠിക്കാനായിട്ട് ചെന്നു. അപ്പോ അവിടുത്തെ കുട്ടികള് ഈ കുട്ടീനെ വളരെ മോശമായിട്ടാണ് ആ കുട്ടികളോട് പെരുമാറിയത്. ഞങ്ങൾ എല്ലാവരും വിചാരിച്ചു അതെന്തുകൊണ്ടാണ്. അപ്പൊ അവർക്ക് ടീച്ചർ അത് കഥയുടെ രൂപത്തിൽ ടീച്ചർ വളരെ മനോഹരമായിട്ടാണ് പറഞ്ഞത്. അപ്പൊ അവള് എല്ലാവരും കൂടി ഒരുമിച്ച് കളിയാക്കും, അവളെ കളിക്കാൻ പോയിട്ടില്ല. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു അതെന്താണ്, പുറത്തുനിന്നൊരു സ്കൂളിൽ നിന്ന് വന്നതുകൊണ്ടായിരിക്കുമോ ആ കുട്ടീനോട് ഇങ്ങനെ പെരുമാറിയത്. കഴിഞ്ഞ കൊല്ലം 8th ക്ലാസ്സിൽ തന്നെ വേറൊരു സ്കൂളിൽ പോയി ചേർന്ന കുട്ടിയാട്ടോ. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഞങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമല്ലോ ടീച്ചറിന്റെ അടുത്ത്. അപ്പൊ ടീച്ചർ അങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത് കഥകളിലൂടെയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് മിസ് ചെയ്യുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞപ്പോ മിസ് പറഞ്ഞു അവൾക്ക് അരയ്ക്ക് കീഴ്പോട്ട് തളർന്നിരിക്കുകയാണ്. എന്നുവെച്ചാല് അവർക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മളെ പോലെ ഇങ്ങനെ ഓടി നടക്കാനോ നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് എത്താനോ അവർക്ക് ആ ഒരു പ്രശ്നം ഉണ്ട്, പറ്റില്ല. അപ്പൊ അവർക്ക് അതിന്റെ ഒരു എന്താണ് ഉൾവലിഞ്ഞൊരു പ്രകൃതമാണ്.
എന്ന് വെച്ചാൽ അവർക്ക് അത് പറ്റില്ലല്ലോ എന്നുള്ള രീതിയിൽ ഒരു ഡിപ്രഷൻ, ഇന്നത്തെ വേർഡാണെങ്കിൽ ഡിപ്രഷൻ എന്നൊക്കെ പറയാം. പക്ഷെ അവൾ ഭയങ്കരമായിട്ട് എല്ലാവരും കളിയാക്കലും ആ ഒരു 3-4 ദിവസം മാത്രം അവൾ ആ സ്കൂളിൽ പോയുള്ളൂ. അവള് പറഞ്ഞു, അവരോട് വാശി പിടിച്ച് കരഞ്ഞു, ഞാൻ പോകില്ല, ആ സ്കൂളിൽ പോകില്ല. കാരണം എല്ലാ പിള്ളേരും അവള് ഭയങ്കരമായിട്ട് ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്നു, അവളോട് ഫുഡ് കൊടുത്തില്ല. അവള് വന്നിരിക്കുന്ന ബെഞ്ചില്ലേ, അവൾക്ക് ബെഞ്ച് കുറച്ച് നീക്കിയിട്ടിട്ട് ആ ഒരു വീൽ ചെയറിനാണ് വന്നിരിക്കുന്നത്. അതുപോലും പിള്ളേര് സമ്മതിക്കുന്നില്ലാന്ന്. ആ ഒരുമിച്ച് വന്നിരിക്കുമ്പോ ആ ബെഞ്ചിലുള്ള പിള്ളേരൊക്കെ ഒരുമിച്ച് മാറാണ്. അങ്ങനെ ടീച്ചർ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളോടൊന്ന് പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടാണ് അത് ഞങ്ങളോട് അതൊക്കെ പറഞ്ഞതെന്നും അത് എന്തുകൊണ്ട് മനസ്സിലാക്കി തന്നതെന്നും പിന്നീട് ഞാൻ വലുതായി കഴിയുമ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇപ്പൊ ഞങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. 2 ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്ക് സ്റ്റെപ്സ് ആണുള്ളത്. ഞങ്ങൾക്ക് വരാന്തയില് സ്റ്റെപ്സ് ഒരു 5-6 സ്റ്റെപ്പ് കയറിയിട്ട് വേണം വരാന്തയിലേക്ക് എത്താനായിട്ട്. നല്ല വലിയ വരാന്തയില് അതിനപ്പുറത്താണ് ക്ലാസ്. ഓക്കെ, അപ്പൊ പെട്ടെന്ന് ഭയങ്കര പണിയൊക്കെ നടക്കാണ്. വരാന്തയുടെ അവിടുന്ന് കട്ട് ചെയ്തിട്ടില്ല, അവിടുന്ന് കോൺക്രീറ്റ് ചെയ്യാം, സ്ലോപ്പ് പോലെ ക്രിയേറ്റ് ചെയ്യണം. അവര് സ്ലോപ്പ് പോലെ ഇങ്ങനെ നമ്മള് വീൽ ചെയർ ആണ് അവിടെ വരുന്നതല്ലോ. അപ്പൊ അതുകൊണ്ട് വീൽ ചെയർ കയറിക്കൊണ്ട് പോകാനായിട്ടുള്ള രീതിയിൽ സ്ലോപ്പ് പോലെ കടന്നു. ഇവിടെ നമുക്കൊന്നും മനസ്സിലായില്ല. അവള് നിങ്ങൾ കാണുക, മിസ് പറഞ്ഞില്ല ഇന്നതാണ് പ്രശ്നമൊന്നും പറഞ്ഞില്ല. നിങ്ങൾ കണ്ടു നോക്കാൻ പറഞ്ഞു. ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും നോക്കി. ഞങ്ങൾക്ക് മനസ്സിലായി ഇതാണ് അവളുടെ പ്രശ്നം. ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. കാരണം ഈ ഒരു ഇൻസിഡന്റ് അവളുടെ ജീവിതത്തിൽ വന്നു, ഒരുപാട് പ്രശ്നങ്ങൾ അവൾ ഫേസ് ചെയ്തിട്ടാണ് നമ്മുടെ കൂടെ വന്നത് എന്ന് പറഞ്ഞു. ഗീതു എന്തോ പേരാവട്ടെ, ഫുൾ നെയിം ഓർമ്മയില്ല. ഗീതു ഞാൻ വിളിച്ചിരുന്നത്. അപ്പോ ആള് ക്ലാസ്സിലേക്ക് വീൽ ചെയറിലാണ് കൊണ്ടുവരുന്നത്. അപ്പോ ആളെ കൊണ്ടുപോകുന്നു, ക്ലാസ്സിൽ വന്നു. ഞങ്ങൾ എല്ലാവരും സാധാരണ എങ്ങനെയാണോ അതേപോലെ നമുക്ക് പേടിയായിരുന്നു. കാരണം ഞങ്ങളോടൊക്കെ സംസാരിക്കും, ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് സംസാരിക്കും, ഓരോ കാര്യങ്ങൾ ഒരുമിച്ച് ചെന്നിരുന്ന് വർത്താനം പറയും. നമുക്ക് കളിക്കാനൊക്കെ പുറത്തു പോകാൻ, ഫ്രീ ടൈം ഒക്കെ പുറത്തു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ടീച്ചർ അതുകൊണ്ട് അപ്പോഴും കൊണ്ടുപോകാനൊന്നും പറ്റില്ല. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങളുടെ ഫ്രണ്ടിൽ തന്നെ ഇപ്പൊ ഈ വരാതയില് ആളെ കൊണ്ട് നിർത്തും. അപ്പൊ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ദെൻ അവളെ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവളുടെ അമ്മ എല്ലാ ദിവസവും അവളുടെ കൂടെ വരും. അത്രയും സപ്പോർട്ട് ആയിരുന്നു. അത്രയും പേഷ്യൻസ് ഉള്ളൊരു അമ്മേനെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. മകളുടെ ഭാവിക്ക് വേണ്ടിയിട്ട് അത്രയും പേഷ്യൻസോട് കൂടി അത്രയും സ്നേഹത്തോട് ഒരുമിച്ച് അമ്മയുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മോളെ ഇങ്ങനെ ഒരു പ്രശ്നം പറഞ്ഞപ്പോ ഹസ്ബൻഡ് ഉപേക്ഷിച്ചു, മോളെ അമ്മനെ ഉപേക്ഷിച്ചു. അവിടെ ഒന്നും തളരാണ്ട് ഈ അമ്മ ഈ മോൾക്ക് വേണ്ടിയിട്ട് ജീവിച്ചു. ഇപ്പൊ ആള് എനിക്ക് തോന്നുന്നു 10th നല്ല മാർക്കോടെ പാസ്സായിട്ടോ. 8th ക്ലാസ്സിൽ മാത്രം ഞങ്ങൾ ഒരുമിച്ചിട്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് 9th 10th അവർക്ക് ക്ലാസ് മാറാൻ പറ്റില്ല. ഈ പറഞ്ഞ വരാന്തയില് ആ ഒരു ഏരിയയിൽ മാത്രമേ ക്ലാസ് അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് ക്ലാസ് മാറിയപ്പോ അവിടെ ഏത് ക്ലാസ് ആണ് വരുന്നത് അവരുടെ ഒപ്പമായിരുന്നു. അവിടെ നല്ല കമ്പനിയാണ്. ഞങ്ങളെക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു 9th 10th ഉള്ള കുട്ടികളായിട്ട് ഇപ്പോഴും നല്ല കോണ്ടാക്ട് ഒക്കെ ഉണ്ട്. ഞങ്ങൾ റീയൂണിയനൊക്കെ വെച്ചപ്പോ ആളൊക്കെ കോണ്ടാക്ട് ഒക്കെ ചെയ്തു. പക്ഷെ വരാനായിട്ട് ബുദ്ധിമുട്ട് പറഞ്ഞു. അപ്പൊ അത് കാണാൻ പറ്റിയില്ല ആളെ. അപ്പോ അങ്ങനൊരു ഇൻസിഡന്റ് എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോ നമ്മുടെ ഒരു കുട്ടി നമ്മുടെ സ്കൂളിലേക്ക് ഒരു അഡ്മിഷൻ വരാണെങ്കിൽ നമ്മ നേരത്തെ മനസ്സിലാക്കണം ഒരു കുട്ടിയാണ്, ആൾക്ക് ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആൾക്ക് വേണ്ട അറേഞ്ച്മെന്റ്സ് ഒക്കെ മുൻകൈ എടുത്ത് നടത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾ ഓരോ ടീച്ചേഴ്സിനുണ്ട്. അവർക്ക് വേണ്ട ഫെസിലിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യണം. ഒരു കുട്ടിയുടെ പോലും വിദ്യാഭ്യാസം എന്ത് ചെയ്യാൻ പാടില്ല, മുടങ്ങാനായിട്ട് നമ്മൾ അതിന്റെ അവസരം വരുത്താനായിട്ട് പാടില്ല. ഈ ഫിസിക്കൽ ഡിസബിലിറ്റീസ് എങ്ങനെയാ വരുന്നത്? ചിലപ്പോ ജന്മനാലെയുള്ള ഫിസിക്കൽ ഡിസബിലിറ്റീസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ആൾക്ക് ജന്മനാലെ വന്ന ഒരു ഫിസിക്കൽ ഡിഫിക്കൽറ്റി ആണ്. അതേപോലെ ചെറിയ അസുഖങ്ങൾ മൂലം ഇതേപോലത്തെ ഫിസിക്കൽ ഡിസബിലിറ്റീസ് വരും. ചിലപ്പോ ആക്സിഡൻസ് മൂലം ഇല്ലേ, ആക്സിഡൻസ് മാം എന്റെ കസിന് എന്താണ് 3 വയസ്സില് ന്യൂമോണിയ ബാധിച്ചിട്ട് ബ്രെയിന് ഇതായിട്ട് ചെവിയും കേൾക്കില്ല, സംസാരിക്കാനും പറ്റില്ല, കണ്ണ് കാണൂല്ല. ഇപ്പൊ നല്ല പ്രായമുണ്ട്. പിന്നെ അന്ന് അവർ കോയമ്പത്തൂരായിരുന്നു. അപ്പൊ അന്ന് അതിനുള്ള ആള് 87 പോണങ്ങാണ്ടാണ്. അന്ന് അതിനുള്ള ട്രീറ്റ്മെന്റ് അന്ന് കോയമ്പത്തൂർ ഇല്ല. എന്നിട്ട് അവര് ചെന്നൈയിലേക്ക് ഫാമിലി മൊത്തം മാറി അതിനു വേണ്ടിയിട്ട് ആ ആന്റി ലൈഫ് ഇപ്പോഴും സാക്രിഫൈസ് ചെയ്തിരിക്കുകയാണ്. കാരണം എന്താണ് എല്ലാം ചെയ്തു കൊടുക്കണം. ഇപ്പൊ നല്ല പ്രായമുണ്ട്, കല്യാണമൊക്കെ കഴിഞ്ഞു. അതേപോലെ ഡിസേബിൾ ആയിട്ടുള്ള ഒരു കുട്ടീനെ തന്നെ കല്യാണം കഴിച്ചിരിക്കണത്. ചിലപ്പോ നമുക്ക് ഇപ്പൊ എന്താണ് ചെറുപ്പത്തിൽ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ലാംഗ്വേജ് മാത്രമേ അവരെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പാടുള്ളൂ, ഒന്നും അവരെ ഫോഴ്സ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഇംഗ്ലീഷ് മാത്രമേ പഠിച്ചുള്ളൂ. പിന്നെ വലുതായിട്ട് ആളുടെ ഇഷ്ടത്തിനാണ് എന്താണ് ഇംഗ്ലീഷും മലയാളവും ഒക്കെ പഠിച്ചു.
എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, ഇപ്പൊ SBI ബാങ്കിലെ ക്ലർക്കാണ്. അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, പക്ഷെ അവർക്ക് അതൊക്കെ ചെയ്യാൻ പറ്റി. പക്ഷെ സംസാരിക്കുമ്പോ ചിലപ്പോ നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ നമ്മൾ 2 വട്ടമൊക്കെ ചിലപ്പോ ചോദിക്കേണ്ടി വരും. അപ്പൊ അവരെ മുഖം മാറും. അപ്പൊ ഞാൻ പറയും ടൈപ്പ് ചെയ്ത് കാണിക്കാൻ പറയും മൊബൈൽ. അപ്പൊ എപ്പോഴും കയ്യിൽ മൊബൈൽ ഉണ്ടാവും. നമുക്ക് ഒരു പ്രാവശ്യം മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവർ റിപ്പീറ്റ് ചെയ്യില്ല. അപ്പൊ അവർക്കത് ഫീൽ ചെയ്യുന്നുണ്ടാവുമല്ലോ. അപ്പൊ വേഗം ടൈപ്പ് ചെയ്ത് കാണിക്കും. ഇപ്പോഴും ആന്റി അവർക്ക് വേണ്ടിയിട്ട് തന്നെ അവരെ എവിടേക്കും വിടില്ല. കാരണം സംസാരിക്കാനൊന്നും പറ്റില്ലല്ലോ. കല്യാണം കഴിച്ച കുട്ടി ഇതേപോലെ തന്നെയാണ്. ഞാൻ ഇന്നലെ പറയണമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോ ചിലപ്പോ ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഇതേപോലത്തെ അസുഖങ്ങൾ മൂലം അല്ലെങ്കിൽ നമ്മുടെ ആക്സിഡൻസോ മറ്റെന്തെങ്കിലും ഇഞ്ചുറീസ് മൂലം വരാറുണ്ട്. അല്ലാതെ ഫിസിക്കൽ ഡിസബിലിറ്റീസ് വരാറുണ്ട്. നിങ്ങൾ എൻഡോസൾഫാൻ ദുരന്തം കേട്ടിട്ടുണ്ടോ? അവർ ഉണ്ടാവുന്ന തലമുറകൾക്ക് ഇപ്പോഴും പ്രശ്നങ്ങളില്ലേ അവിടെ? അതുപോലെ ഭോപ്പാൽ ദുരന്തം ഇപ്പോഴും ജനറേഷൻസ് നമുക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു കെമിക്കൽ ഫാക്ടറിയിൽ നിന്ന് ലീക്ക് ആയത് എത്ര ജീവിതങ്ങളാണ് നഷ്ടപ്പെട്ടു പോയത്. കസിന് എൻഡോസൾഫാന്റെ പ്രശ്നമുണ്ട് മാം. ആർക്കാണ്? എന്റെ കസിന്. അവിടെയായിരുന്നോ ആള്? എന്റെ ബ്രദറിനും അതെ, ബർത്തിൽ തന്നെ തല വളരുന്നുണ്ടായിരുന്നേ. എന്നിട്ട് അതുകൊണ്ട് ഇപ്പൊ കാല് നേരെയില്ല, മോട്ടിയിൽ നടക്കുന്നത്. തല അപ്പന്റെ ഡോക്ടർ പറഞ്ഞ് നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഓപ്പറേഷൻ ചെയ്താൽ ശരിയാവുന്നു. അപ്പൊ ഇപ്പൊ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യാം. ഒരു 3 months ആകുമ്പോ ഓപ്പറേഷൻ എല്ലാം ചെയ്തിട്ട് ഇപ്പൊ തലയൊന്നും പ്രശ്നമില്ല, നടക്കുമ്പോ മാത്രം ചെറിയ പ്രശ്നമുണ്ട്. പക്ഷെ കസിന് ചെയ്യാൻ വേണ്ടിട്ട് അവർക്കാർക്ക് ധൈര്യം ഉണ്ടായിട്ട് അവര് ചെയ്യാത്തോണ്ട് ഇതുവരെ അവര് ബെഡിൽ തന്നെ കടന്നിട്ട് തന്നെ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും അങ്ങനെ തന്നെ. ബ്രദർ കുഴപ്പമില്ല. സ്വന്തം ബ്രദറാണോ? സ്വന്തം ബ്രദർ. ആ ഏരിയയിലാണോ മറ്റേ വീട്? അല്ലല്ല, ആ ഏരിയയിലല്ല. പക്ഷെ ആ ഒരു ഇതെന്നാണ് പറയുന്നത്. കാരണം എന്താണെന്നറിയാമോ? ചെയ്തത് ആ ഫാക്ടറിയിലുള്ള ആൾക്കാർ ചെയ്തത് ഈ എൻഡോസൾഫാന്റെ ഡൈലൂട്ട് ചെയ്യാത്ത ആ ലോഷൻ ഹെലികോപ്റ്ററിൽ കൊടുത്ത് സ്പ്രെഡാ ചെയ്തത്. എല്ലായിടത്തും തെളിക്കുകയാണ് ചെയ്തത്. അപ്പൊ എയർ ഉണ്ടല്ലോ, കാറ്റ്, നമ്മൾ ഈ പറയുന്ന കാറ്റ് വീശുമല്ലോ, നമ്മുടെ സാധാരണ എയറിന് മൂവ്മെന്റ്സ് ഉണ്ട്. അപ്പൊ ഈ എയർ വഴി അത് ശ്വസിച്ച് നിൽക്കുന്നവർക്കും ഈ പറഞ്ഞ സൈഡ് എഫക്റ്റ് വന്നതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഏരിയയിലുള്ള എല്ലാവർക്കും ഇതേപോലത്തെ നെക്സ്റ്റ് ജനറേഷന് ഈ ഒരു പ്രശ്നം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അങ്ങനെ കേട്ടിട്ടുണ്ട്. ഡിസബിലിറ്റി പറഞ്ഞപ്പോഴും മാം, ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോൾ ഗവൺമെന്റ് സ്കൂളിലാണ് കുറച്ച് വർക്ക് ചെയ്തത്. അപ്പൊ അവിടെ എന്ന് വെച്ചാൽ ലഞ്ചിന് ഇങ്ങനെ കഴിക്കാൻ ഫുഡ് കൊടുക്കുമല്ലോ. അപ്പൊ പ്ലേറ്റും കൊണ്ട് കുട്ടികളൊക്കെ വന്ന് കഴിക്കും. ഇതുപോലെ ഒരു കുട്ടി ഉണ്ടായിരുന്നു, ഡിസബിലിറ്റി ഉള്ള കുട്ടിയാണ്. അപ്പൊ ആ കുട്ടി കഴിക്കുമ്പോൾ ഈ മുട്ടയൊക്കെ പുഴുങ്ങിയത് കൊടുക്കും. പാവ മഞ്ഞക്കരു വായിൽ വെച്ചിട്ടേ അവൾക്കത് എന്ത് ചെയ്യണം എന്ന് അറിയണില്ല. അത് മിഴുങ്ങണോ കടിക്കണോ? നമുക്ക് ആ സമയമൊക്കെ കാണുമ്പോ ശരിക്കും അവരോട് നമുക്ക് അലിവോടെ നോക്കുകയല്ല ചെയ്യേണ്ടത്. ആ സമയത്ത് നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നാണ് അവിടെ നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ വേഗം പോയി അടുത്ത് പോയി അത് വാങ്ങിച്ചിട്ട് മോളും ഇങ്ങനെ കടിക്കടാ പറഞ്ഞപ്പോ അങ്ങനെ കടിച്ചോള്. അത് കഴിഞ്ഞപ്പോ അവളുടെ മുഖത്തൊരു ചിരി, ഒരു സന്തോഷം. ആ മഞ്ഞേക്കങ്ങ് പെട്ടാ അയ്യോ നമുക്ക് തന്നെ സാധിക്കില്ല അത്. പിന്നെ അതിനുശേഷം ഞാൻ സ്റ്റാഫ് റൂമിലായിരുന്നു. അപ്പോഴാണ് ഞാൻ കണ്ട എല്ലാവരും എണീച്ചു പോയി, ഇവള് മാത്രമേ ഉള്ളൂ പാവ അവിടെ. അപ്പൊ അതിനുശേഷം അവള് ആ ക്ലാസ്സിൽ, ഞാൻ സ്റ്റാഫ് റൂമിലായിരുന്നു, തൊട്ടടുത്ത ക്ലാസ്സിലാണ്, ഞാൻ 4th എടുത്തോണ്ടിരുന്നു, അവൾ 3rd സ്റ്റാൻഡേർഡിലായിരുന്നു. അതിനുശേഷം അവൾ എന്നെ കാണുമ്പോ ടീച്ചറെ പറഞ്ഞ് വിളിക്കും. ആ ഒരു സന്തോഷം, ആ ചെയ്തു കൊടുത്ത ഒരു സന്തോഷം, നമ്മളെപ്പോഴും അവരോട് അങ്ങനെ നോക്കി മടിച്ചു നിൽക്കാൻ പാടില്ല. ഇതിലൂടെ നമ്മൾ പഠിക്കേണ്ടത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ഇതിലൂടെ നമ്മൾ പഠിച്ചെടുക്കേണ്ടത്, അല്ലേ മാം? നമുക്ക് ഓരോരുത്തർക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു മാറ്റം വരുത്താൻ പറ്റുകയാണെങ്കിൽ അത് ഭയങ്കര അവർക്ക് വേണ്ട അറ്റൻഷനാണ്. ചെറിയ ചെറിയ കുറവുണ്ടാവുമ്പോ നമ്മൾ പറയും എനിക്ക് അതില്ല, എന്റെ മക്കളൊക്കെ പറയും. അപ്പൊ ഞാൻ പറയും അവിടെ ഇതുപോലെ ഇങ്ങനെ കുട്ടികൾ സ്കൂളിൽ ചോറ് കൊടുക്കുമ്പോഴേ അവിടെയൊക്കെ ഗവൺമെന്റിന്റെ കുമ്പളങ്ങക്കറിയൊക്കെ ആവുമ്പോ അവർ കുമ്പളങ്ങ ഒന്നും കൊടുക്കില്ല, പപ്പായ വലിച്ചിട്ടാവും കൊടുക്കുക. അത്രയും ബഡ്ജറ്റിൽ അത് വെട്ടിക്കുറയ്ക്കാലോ മാം. 10 രൂപയാണെങ്കിൽ 1 രൂപ ചെലവില്ലാത്ത പപ്പായ വെട്ടിക്കുറച്ചിട്ടായിരിക്കും അവരത് കൊടുക്കുക. അവിടെ അവർക്ക് ഒരു കുട്ടിക്ക് ഇത്ര റേറ്റിനാണല്ലോ 10 രൂപ. ആ ഫുഡ് അങ്ങനെയാണല്ലോ അവിടെ ഗവൺമെന്റ് സ്കൂളുകളിൽ. അവര് ചിലപ്പോ പപ്പായക്കറി, അപ്പൊ ആ പപ്പായക്കറിയില് മുളകൊക്കെ ഉണ്ടാവും. എനിക്ക് ഇപ്പോഴും ആലോചിക്കുമ്പോൾ സങ്കടം തോന്നും. സത്യം പറഞ്ഞ ഒരു നേരം ഭക്ഷണത്തിന് വേണ്ടി വരുന്ന കുട്ടികൾ ഇന്നും ഗവൺമെന്റ് സ്കൂളുകളുണ്ട്.
ഒരു നേരം ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുന്ന കുട്ടികൾ സ്കൂളിലുണ്ട്. ഞാനത് ഫീൽ ചെയ്ത ആളാണ്. അപ്പൊ ആ കുട്ടികൾ ഇങ്ങനെ വിളമ്പുമ്പോഴേ പച്ചമുളക് പറയും, അതിലിടുന്ന മുളക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാനിവിടെ എന്റെ മക്കള് കഴിച്ചിട്ട് ഇവർക്ക് വൈകുന്നേരം സ്കൂൾ വിട്ട് തന്ന ദോശ എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കും, ഭഗവാൻ അനുഗ്രഹിച്ചെന്ന് നമുക്ക് കുഴപ്പമില്ല. അപ്പൊ മക്കൾ എന്തെങ്കിലും കളയാൻ നിൽക്കുമ്പോ ഞാൻ പറയും, അവൾ ആ ഒരു മുളകിന് വേണ്ടി കതറുന്ന കുട്ടിയെ ഞാൻ കണ്ടിട്ടുണ്ട് പറയുമ്പോ മോള് പറയും, തുടങ്ങി ഗവൺമെന്റ് സ്കൂളിന്റെ കഥ അമ്മയുടെ. മകള് പറയും തുടങ്ങി അമ്മയുടെ കഥ. അതുകൊണ്ടല്ല, നിനക്ക് വേണ്ടെങ്കിൽ പറയും, വേണ്ട ആവശ്യത്തിനുള്ളത് മാത്രം നീ പ്ലേറ്റിൽ എടുത്താൽ മതി, നിനക്ക് വേണ്ടെങ്കിൽ ഞാൻ ആർക്കെങ്കിലും കൊടുത്തോളാം, അപ്പുറത്ത് അതിന് ആവശ്യക്കാരുണ്ട്, കളയരുത് എന്നാണ്. അപ്പൊ ഇപ്പൊ എന്ത് പറഞ്ഞാലും പറയാം, അമ്മ തുടങ്ങി ഗവൺമെന്റ് സ്കൂളിന്റെ കഥ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഇതൊക്കെ കാണുമ്പോ നമ്മൾ അതാ ഒരുപാട് അനുഭവിച്ചറിയില്ല ടീച്ചർ ശരിക്കേ. എടാ, ഓരോ ഇൻസിഡൻസ് ആണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. നമ്മളെ വിശപ്പിന്റെ വില അറിയുന്നവരാരും ഭക്ഷണം പാഴാക്കില്ല, അല്ലെ? നമ്മളൊരു നേരത്തെങ്കിലും വിശപ്പിന്റെ വില നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മളൊരാളും ഭക്ഷണം പാഴാക്കില്ല. അതേപോലെ തന്നെ ഒരു പ്രാവശ്യമെങ്കിലും നമുക്ക് വേണ്ട കുടിവെള്ളം നമ്മള് വീട്ടിലേക്ക് എടുത്തോണ്ട് വന്നിട്ടുണ്ട്. കുടിവെള്ളം ഒരുപാട് ദൂരത്ത് നിന്നൊക്കെ നമ്മൾ എടുത്തോണ്ടാ വരാറ്, അല്ലെ? പണ്ട് ഇപ്പോഴും എന്റെ അമ്മയുടെ വീട്ടിൽ പോയാൽ ഞങ്ങൾ കിണറ്റിൽ നിന്ന് പാടത്തിലേക്ക് പോയി കുടം എടുത്തിട്ട് പോയി ഞങ്ങൾ ഒക്കത്ത് വെച്ച് കൊണ്ടുവരും. ഇപ്പോഴും ഞങ്ങൾ അങ്ങനെയാ ചെയ്യുക. ഓക്കെ, എന്റെ വീട്ടില് പൈപ്പ് കണക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല, ദൂരെയാണ്. കാരണം വീട്ടിലേക്ക് വരുന്നത് ചെറിയൊരു വഴിയാണ്, അതുകൊണ്ട് ഒരുപാട് ദൂരെയാണ്. ഒരുപാട് പൈസയും വേണം ഞങ്ങൾക്ക് വാട്ടർ കണക്ഷൻ എടുക്കാനായിട്ട്. അപ്പോ ഈ കൂടുതലായിട്ട് വെള്ളം നമ്മളിങ്ങനെ രണ്ടുപേരിൽ നിന്ന് വെള്ളം നിറച്ച് കൊണ്ടുപോകാനാണ്, വെള്ളം എടുത്ത് കുടത്തിൽ വെള്ളം കൊണ്ടുപോകാനാണ്. അപ്പൊ എനിക്ക് ഈ പൈപ്പിൽ വെള്ളം വേസ്റ്റ് ചെയ്യുന്നതൊക്കെ ഭയങ്കര വിഷമമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നു വന്നതാണ്. ഒരു തുള്ളി വെള്ളത്തിന്റെ വില ഞങ്ങൾക്ക് അറിയാം. കുടിക്കാനായിട്ട് വെള്ളം ഇല്ലെങ്കിൽ പൈപ്പിൽ വരുന്ന അത്രയും നേരം നമ്മളത് കാത്തു നിൽക്കണം. അപ്പൊ അത് നമ്മൾ അതിന് വെള്ളം കൊണ്ടുവന്ന് അല്ലെങ്കിൽ വെള്ളം ഇല്ലാത്തൊരു രീതിയിൽ ജീവിച്ചു വളർന്നവർക്ക് വെള്ളത്തിന്റെ വാല്യൂ അറിയാം. ഇന്ന് എന്റെ മോളൊക്കെ വെറുതെ വെള്ളത്തിൽ കളിക്കുമ്പോൾ ഞാൻ പറയുമ്പടി ഈ കളിക്കുന്ന ഈ വെള്ളം ഉണ്ടല്ലോ, ഞങ്ങൾക്ക് കിട്ടാനായിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. ഞാൻ നിർബന്ധിച്ച് ഓഫ് ചെയ്യിപ്പിക്കും. അവൾ കരഞ്ഞാലൊന്നും ഞാൻ നോക്കില്ല അങ്ങനെ. അപ്പൊ ഞാൻ കുറച്ചൊരു ആക്ടിവിറ്റീസ് തരാം. ഞാൻ ഈ പറഞ്ഞ പോലത്തെ പ്രശ്നങ്ങൾ, ഇപ്പൊ എൻഡോസൾഫാൻ ദുരന്തം, അതേപോലെ ഭോപ്പാൽ ദുരന്തം, ഓരോരുത്തരും അതിനെ കുറിച്ച് ഡീറ്റെയിൽസ് ഒന്ന് നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രിപ്പയർ ചെയ്ത് വരും. ഏതൊക്കെയാണ് എൻഡോസൾഫാൻ ദുരന്തം, ഭോപ്പാൽ ദുരന്തം, പിന്നെ കേസരി ഡാൽ. നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞൂടാ, ഉത്തർപ്രദേശിലെങ്ങാണ്ടാണ് കേസരി ഡാൽ എന്നാണ് അതിനെ പറയുന്നത്. ഒരു പ്രത്യേക തരം പരിപ്പാണ്, പരിപ്പ് വർഗത്തിൽ പെടുന്ന ഒരു പരിപ്പാണ്. ഒന്ന് നന്നായിട്ട് സെർച്ച് ചെയ്ത് നോക്കണം. കേസരി ഡാല് ഇന്ത്യയിൽ ഒരു പ്രാവശ്യം ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യയില് ഈ ഡാൽ യൂസ് ചെയ്യാൻ പാടില്ല, ഈ പരിപ്പ് വർഗം യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ബാൻ ചെയ്തിട്ടുണ്ട്. എന്റെ ഒരു ചെറുപ്പത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട് ബാൻ ചെയ്ത കാര്യം. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് ഒന്ന് പ്രിപ്പയർ ചെയ്ത് വരണം. ഓക്കെ മാം, ഇത് നോട്ട്ബുക്കിലാണോ അതോ ആക്ടിവിറ്റി നോട്ട്ബുക്കിൽ മതി, നോട്ട്ബുക്കിൽ മതി. ഡീറ്റെയിൽസ് നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്ത് വരണം. ഓക്കെ, കേസരി ഡാൽ ഞാൻ കേട്ടിട്ടുണ്ട്. ഈ എന്താണ് ലോക്കോമോട്ടർ ഡിസോർഡർ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫിസിക്കൽ ഡിസബിലിറ്റീസ് വരുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്ത് നിങ്ങളൊന്ന് ഗൂഗിൾ അടിച്ച് നോക്കിയാൽ മതി. കേസരി ഡാൽ ഇസ് ഡേഞ്ചർ ടു ഹെൽത്ത് എന്ന് നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഞാനൊന്ന് കാണിച്ചു തരാം. അത് ഫുൾ ഡീറ്റെയിൽസ് ഇല്ല, കാരണം ഇന്ത്യയിൽ അത് ബാൻ ചെയ്തിട്ട് പിന്നെ അത് അവര് ബാൻ മാറ്റിയതാണ്. അതുകൊണ്ട് ഫുൾ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് അവൈലബിൾ അല്ലാന്ന് തോന്നുന്നു. നോക്ക് നിങ്ങള്. അതെ, ഓക്കെ. ഡേഞ്ചറസ് കേസ് ചെയ്താൽ അത് ഏത് തരം പരിപ്പാണെന്ന് ഉത്തർപ്രദേശിൽ എന്തോ ആണ് ഈ ഒരു ടൈപ്പ് പരിപ്പ് ഉണ്ടായിരുന്ന കേസരി എന്ന് പറയുന്ന ഡാൽ. അത് നമ്മൾ യൂസ് ചെയ്യുന്ന ഏറ്റവും വില കുറഞ്ഞ, നമുക്ക് ഇവിടെ കിട്ടുന്നില്ല എന്ന് തോന്നുന്നു, അവരുടെ അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡാലാണ്. അത് കുറച്ചൊന്ന് നോക്ക് നിങ്ങൾ, കിട്ടാണെങ്കിൽ ഒന്ന് പ്രിപ്പയർ ചെയ്യും. കാരണം ഡേഞ്ചറസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസുകൾ ഉണ്ട് കേസരി ഡാല്. അത് ഏത് ഡാലാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പരിപ്പിന് വില കുറവാണെന്നും പറഞ്ഞ് വാങ്ങിക്കൂലേ. അപ്പോ നമ്മള് അത് ഇതേപോലത്തെ പ്രശ്നങ്ങൾ, ഫിസിക്കൽ ഡിസബിലിറ്റീസ് വരുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്തതായിട്ട് ന്യൂസുകൾ ഞാൻ കണ്ടു. ഇന്ത്യയിലായതുകൊണ്ടും പെട്ടെന്ന് ഇതൊക്കെ മാറി പോകും. അപ്പൊ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഓക്കെ, ഇന്ന് സൈൻ ഔട്ട് ആരാ പറയാന്ന് പറഞ്ഞത്? മുനീറല്ലേ? പോയോ ആള്? ഓക്കെ, മുനീറ പറ, സൈൻ ഔട്ട് പറഞ്ഞോ കേട്ടാ. ഞങ്ങൾ കൂടെ റെഡി ആക്കിയേക്കാം. കൊറേ ആളുള്ളിടത്തിലൊന്നും അങ്ങനെ പാടലില്ല. ഞങ്ങൾ ആരും ഇല്ലല്ലോ, ഞങ്ങൾ എല്ലാരും ബാങ്കില് ചെയ്ത് വയ്ക്കാം.
ചുമ്മാ ക്യാമറ പറയാനേ. എന്റെ പാട് വെച്ച് ഞങ്ങള് നമുക്ക് കിട്ടുന്ന അവസരം ആരൊരാൾ പാടുന്ന താരാട്ട് കേട്ടാലും മനസ്സിൽ നിറയുന്നതിന്റെ അതിലെന്നും മാന്റെ മുഖമേ. ആരൊരാൾ കാട്ടുന്ന വാത്സല്യമോർത്താലും മനസ്സിൽ പതിയുന്നതിന്റെ അതിലെന്നും മാന്റെ മുഖമേ. ആരിരോ ആരാരിരോ ഇതുപോലുറക്കുന്നൊരുമ്മ കൽമോടു ചീട്ടിട്ടൊരുമ്മ. ആരൊരാൾ പാടുന്ന താരാട്ട് കേട്ടാലും മനസ്സിൽ പതിയുന്നതെന്നേ അതിലെന്നും മാന്റെ മുഖമേ. താങ്ക് യു മിസ്. നല്ലായിരുന്നു കേട്ടോ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ ആക്ടിവിറ്റി നോട്ട്ബുക്കിൽ ചെയ്തിട്ട് വരണം കേട്ടോ, ഡീറ്റെയിൽസ് എടുത്തിട്ട്.